सच्चिदानन्दविग्रहं सदा सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्ततमानतोऽस्मि। എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് ഇന്ന് വായിക്കേണ്ടത് 77-ാമത്തെ പേജിലെ അവസാനത്തെ പദ്യം, അതായത് 7-ാമത്തെ പദ്യമാണ്. ഇൻപേ അറിവുക്കിടം പുള്ളിനൈന്തതുപോൽ തുൻപേ അണുപ്പൊരുപ്പായി ദുഃഖിക്കും പേരിൻപ് കിച്ചൈ പിറந்து ഇനി കേൾ ഉനക്ക് പേരിൻപം തേടിപ്പെറായി. ഇൻപേ അറിവുക്ക് ഇടം. ഇൻപ ഇൻപം എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷം, പ്രസന്നത എന്നൊക്കെയാണ് അർത്ഥം. ഈ ഇൻപം തന്നെയാണ് മലയാളത്തിലെ ഇമ്പം. തമിഴിലെ തുൻപമാണ് മലയാളത്തിലെ തുമ്പം. തുമ്പം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നർത്ഥം. ഇൻപം തുൻപം, സുഖം ദുഃഖം. ഇൻപേ അറിവുക്ക് ഇടം. ആനന്ദമാണ് അറിവിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ജ്ഞാനിയാണോ ഇല്ലയോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ജ്ഞാനത്തെ കാണാൻ പറ്റുമോ? അപ്പോൾ ഒരാൾ ജ്ഞാനിയാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മുഖം കണ്ടറിയാം. എന്താ? നല്ല പ്രസന്നത, സന്തോഷം, എപ്പോഴും പുഞ്ചിരി തൂകുന്ന മുഖം. ആ മേഘത്ത് ദുഃഖത്തിന്റെ കാർമേഘങ്ങൾ അണയാറില്ല. അദ്ദേഹം ചിന്താമഗ്നനായോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അലട്ടുന്നതായോ ഒന്നും അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ തോന്നില്ല. അതുകൊണ്ട് ജ്ഞാനിയെ കണ്ടറിഞ്ഞോളൂന്ന്. അദ്ദേഹത്തെ നോക്കൂ, വിശേഷിച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കൂ. എപ്പോഴും പ്രസന്നനാണ് അദ്ദേഹം. എന്തുകൊണ്ട്? ഇവിടെ ദുഃഖത്തിന്റെ കണിക പോലുമില്ല, ദുഃഖിച്ചിട്ട് കാര്യവുമില്ല. ദുഃഖത്തിനുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. അശോച്യാൻ അന്വശോചസ്ത്വം എന്നാണ് തുടങ്ങുന്നത്. അർജുനനെ ആദ്യം ഗീതയുടെ തുടക്കത്തിൽ എന്താ പറയുന്നത്? അർജുന, നിന്റെ ഈ ദുഃഖം തികച്ചും അസ്ഥാനത്താണ്. ആരെക്കുറിച്ച് ദുഃഖിക്കാൻ പാടില്ലയോ അവരെ ഓർത്താണ് നിന്റെ ദുഃഖം. പക്ഷെ നിന്റെ സംസാരമോ പ്രജ്ഞാവാദാംശ ഭാഷസേ, വലിയ ബുദ്ധിമാൻ വിവേകി എന്ന് തോന്നുമാറാണ് നിന്റെ സംഭാഷണം. എന്തൊക്കെ യുക്തികളാണ് അർജുനൻ നിരത്തുന്നത്! കൃഷ്ണ, നമ്മൾ കൊടിയ പാപമാണ് ചെയ്യാൻ പോകുന്നത്. ഈ ദുഃഖം അല്ല, ഈ യുദ്ധം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. യുദ്ധത്തിന്റെ സൂത്രധാരനോടാണ് പറഞ്ഞു കേൾപ്പിക്കുന്നത്. ഈ യുദ്ധം നടക്കണം എന്നുള്ളത് ഈശ്വരേച്ഛയാണ്. ആ ഈശ്വരനാണ് സാരഥിയുടെ രൂപത്തിൽ സ്വന്തം തേരിലിരിക്കുന്നത്. അദ്ദേഹത്തെയാണ് ഈ യുദ്ധത്തിന്റെ തിന്മകളെ കുറിച്ചൊക്കെ ഈ ബുദ്ധിയുണ്ടെന്ന് അഭിമാനിക്കുന്ന അർജുനൻ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രജ്ഞാവാദാംശ ഭാഷസേ. പ്രജ്ഞാവാദം എന്ന് പറഞ്ഞാൽ ബുദ്ധി ആശ്രയിച്ച്, യുക്തി ആശ്രയിച്ച് ഉള്ള പരിഗണനകൾ, അങ്ങനെയുള്ള വാദമുഖങ്ങൾ, അതാണ് പ്രജ്ഞാവാദം. പ്രജ്ഞാവാദം എന്ന് പറയുന്നത്. ഗതാസൂൻ അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ. അർജുന, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളവർ എന്നല്ല. പണ്ഡ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം എന്നാണ് അർത്ഥം. പണ്ഡ അസ്യ അസ്തി ഇതി പണ്ഡിത. ആർക്ക് പണ്ഡ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുണ്ടോ അയാളാണ് പണ്ഡിതൻ. ഈ പണ്ഡിത ശബ്ദം പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ സ്വഭാഗേജ പണ്ഡിത സമദർശിനഃ. പണ്ഡിതന്മാരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് സമദർശിത്വമാണ്. അവർക്ക് എല്ലാവരോടും ഒരേതരം മനസ്ഥിതിയാണ് ഉണ്ടാവുക. എല്ലാവരെയും തുല്യമായി കാണുന്നു അദ്ദേഹം. കാരണം ഭേദദൃഷ്ടി ഇല്ലെന്നേ. എല്ലാം ഈശ്വരമയം, ഒരേ സത്യം എന്ന് കാണുന്നവന് അങ്ങനെ വിശേഷിച്ച് ആരോടെങ്കിലും ഇഷ്ട കൂടുതലോ ഇഷ്ടക്കുറവോ അങ്ങനെയൊന്നുമില്ല.
പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ്ച, പ്രാണൻ പോയവരെ കുറിച്ചോ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരെ കുറിച്ചോ, പ്രാണൻ നിലനിൽക്കുന്നവരെ കുറിച്ചോ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല. ദുഃഖം അവരുടെ പരിധിക്ക് അപ്പുറത്താണ്. ഒരിക്കലും അവർ ദുഃഖത്തിന്റെ പിടിയിൽപ്പെടുന്നില്ല. അതാണ് പാണ്ഡിത്യത്തിന്റെ ലക്ഷണം. ഇവിടെ എന്ത് പറയുന്നു? ഇൻപേ അറിവുക്ക് ഇടം, അറിവിന്റെ സ്ഥാനം ആനന്ദമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ജ്ഞാനിയാണോ അല്ലയോ എന്ന് അദ്ദേഹത്തിന്റെ മുഖം നോക്കി മനസ്സിലാക്കണം. ആ മുഖത്ത് എപ്പോഴും പ്രസന്നത കളിയാടുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ജ്ഞാനമുണ്ട് എന്നർത്ഥം. ഭയം, ടെൻഷൻ ഇങ്ങനെയുള്ള ഭാവങ്ങളൊന്നുമില്ല. എപ്പോഴും സമാധാന ചിത്തനാണ് അദ്ദേഹം. അതാണ് ജ്ഞാനിയുടെ മഹത്വം. അതുകൊണ്ട് ഇൻപം, ആനന്ദമാണ് അറിവുക്ക് ഇടം. അറിവിന്റെ ഇടം എന്ന് പറഞ്ഞാൽ സ്ഥാനം. ആനന്ദത്തെ വെച്ചുകൊണ്ട് ജ്ഞാനത്തെ ഊഹിക്കണം എന്നാണ്. ഈ ജ്ഞാനത്തെ അളക്കാനോ കണ്ട് മനസ്സിലാക്കാനോ ഒന്നും സാധ്യമല്ല. പക്ഷെ ഒരാളുടെ ഉള്ളിലുള്ള സന്തോഷം മുഖം നോക്കിയാൽ അറിയാൻ പറ്റും. മുഖം കണ്ടാൽ അറിയാം. ഇൻപേ അറിവുക്ക് ഇടം പുള്ള് ഇനൈന്തത് പോൽ. പുള്ള് പക്ഷി, ഇനൈന്തത് പോൽ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുന്നത് പോലെ. മലയാള വ്യാഖ്യാനത്തിൽ വേറെന്തോ ഒരു അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ള് ഇനൈന്തത് പോൽ എന്ന് പറഞ്ഞാൽ പക്ഷി കഷ്ടപ്പെടുന്നത് പോലെ. ഏത് പക്ഷിയാ കഷ്ടപ്പെടുന്നത്? തമിഴ് ഡിക്ഷണറിയിൽ ഈ ഒരു പക്ഷിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ പേര് അശുണം എന്നാണ്. ഏത് പക്ഷിയാണെന്ന് അറിയില്ല. ചിലപ്പോൾ സാങ്കല്പിക പക്ഷിയാവാം. അശുണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവം എന്താണ്? ചെറിയ അപസ്വരം പോലും അതിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കും. അതായത് നല്ല ഇമ്പത്തിൽ ഈണത്തിലുള്ള പാട്ട് കേട്ട് രസിക്കുന്ന ഒരു പക്ഷിയാണ് അശുണം. അതിന് അല്പമെങ്കിലും അപസ്വരം കേട്ടാൽ സഹിക്കില്ല എന്നാണ്. അതിന്റെ മനസ്സിന് വല്ലാതെ വേദന ഉണ്ടാക്കും. നല്ല സംഗീത വിദ്വാൻമാരും അങ്ങനെയാണ്. നല്ല സംഗീത വിദ്വാൻമാർക്ക് ആരെങ്കിലും ഒരാൾ അപസ്വരമോ അപശ്രുതിയോ പാടുന്നത് കേട്ടാൽ രണ്ട് ചെവിയും പൊത്തും അവർ. ഇതുപോലെ തന്നെ നല്ല വേദപണ്ഡിതന്മാർ, വേദം നല്ലപോലെ പഠിച്ച് ആ സ്വരസ്ഥാനമൊക്കെ നിശ്ചയമുള്ള ആളുകൾ, ഒരാൾ വേദം ജപിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായാൽ അവർക്കത് വല്ലാത്ത നീരസം ഉണ്ടാകും. നല്ല ഒരു ഇംഗ്ലീഷ് പ്രോസർ ഗ്രാമർ തെറ്റായിട്ട് വേറൊരാൾ പ്രയോഗിച്ചാൽ അദ്ദേഹത്തിന് സഹിക്കില്ല. അത് മനുഷ്യ സഹജമാണത്. കാരണം ശരി ശീലിച്ചിട്ടുള്ള കൂട്ടരാണ്. അപ്പൊ അവർക്ക് തെറ്റെവിടെയെങ്കിലും കണ്ടാൽ അത് മനസ്സിനൊരു അലോസരം ഉണ്ടാക്കും. ഇവിടെ ഈ അശുണം എന്നുള്ള പക്ഷിയെ പറ്റിയാണ് പറയുന്നത്. അത് ഏതെങ്കിലും ചെറിയ ഒരു അപസ്വരം കേട്ടാൽ പോലും അതിന്റെ മനസ്സ് അസ്വസ്ഥമാകും. ഇവിടെ എന്തിനാ അങ്ങനെ പറയുന്നത്? പുള്ള് ഇനയുന്നത് പോൽ. ഇനയുന്നത് പോൽ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുന്നത് പോലെ. ഏത് പക്ഷി? അശുണം എന്ന പക്ഷി. എന്തിനെ പറയാനാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ശിഷ്യന്റെ ഗുണത്തെ പറയാനാണ്. ഒരു സാധകൻ, ഒരു മുമുക്ഷു, ജിജ്ഞാസു, അയാളുടെ ലക്ഷണമാണ്. അയാൾ ഈ പുള്ളിനെ പോലെയാണ്. എന്താ? തുൻപേ അണുപൊരുപ്പായി ദുഃഖിക്കും എന്ന് പറഞ്ഞാൽ ദുഃഖിക്കും. അതായത് ചെറിയ ഒരു ഭൗതിക ദുഃഖം പോലും സാധകനിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. എന്ന് പറഞ്ഞാൽ അത്ര അസഹിഷ്ണുവാണ് അയാളെന്നല്ല, ആ അർത്ഥത്തിലല്ല പറയുന്നത്. ഈ വിഷയവും ആയി തനിക്ക് യാതൊരു ബന്ധവും വേണ്ടാന്ന് തീരുമാനിക്കുന്നയാളാണ്. തീവ്ര മുമുക്ഷുവാണ്. അതുകൊണ്ട് ചെറിയ ഒരു ദുഃഖം പോലും അദ്ദേഹത്തിന് മല പോലെ തോന്നുന്നതാണ്, മഹത്തായിട്ട് തോന്നും. തുൻപേ അണുപൊരുപ്പായി ദുഃഖിക്കും. അയാൾ ദുഃഖിക്കും ചെറിയ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും. കാരണം അയാള് ലക്ഷ്യം വെക്കുന്നത് ദുഃഖത്തിന്റെ കറ പുരളാത്ത ശുദ്ധമായ ആനന്ദമാണ്. അപ്പൊ അതിൽ നിന്ന് അല്പമെങ്കിലും താഴോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ദുഃഖമെങ്കിലും അയാളെ ബാധിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. കലർപ്പില്ലാത്ത സുഖം വേണം എന്ന് കൊതിക്കുന്നയാളാണ് അയാളെയാണ് ഈ പുള്ളിനോട് ഉപമിക്കുന്നത്. ഈ പുള്ളിന് എങ്ങനെയാണോ ഒരു ചെറിയ അപസ്വരം പോലും വല്ലാത്ത ദുഃഖം ഉണ്ടാക്കുന്നത്, അതുപോലെ ചെറിയ ഒരു ദുഃഖം പോലും ഈ സാധകനിൽ
വല്ലാത്ത ചലനം സൃഷ്ടിക്കും, കോളിളക്കം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അതുപോലും വരരുത് എന്ന് അയാൾ ആഗ്രഹിക്കുന്നു. നിറഞ്ഞ സുഖം നിരന്തരം അനുഭവിക്കണം എന്ന് കൊതിക്കുന്നയാളാണ്. അയാളാണ് തീവ്ര മുമുക്ഷു. മറ്റുള്ളവരെന്താ, ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ കഷ്ടവും നഷ്ടവും ഒക്കെ ഉണ്ടാവും, ഇതൊക്കെ വെച്ചുകൊണ്ട് സഹിക്കാമെന്നാണ്. പൂർണ്ണമായ സുഖത്തെ ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോകുന്നവന് ചെറിയ ഒരു ദുഃഖം പോലും മല പോലെ തോന്നുന്നതാണ്. തുൻപേ അണുപൊരുപ്പായി ദുഃഖിക്കും. ഇതൊരു ശ്രേഷ്ഠ ഗുണമാണ് എന്നാണ് പറയുന്നത്. സാധകനെ സംബന്ധിച്ച് ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു ഗുണമാണ്. പരമാനന്ദം നേടാനുള്ള ആഗ്രഹം, ആ മുമുക്ഷുത്വത്തെയാണ് ഈ ഗുണവിശേഷം സൂചിപ്പിക്കുന്നത്. അയാൾ അത്ര കണ്ട് തീവ്ര മോക്ഷേച്ഛയുള്ളവനാണ്. അണു ഇൻപേ പൊരുപ്പ് ആയി എന്നാണ് അവിടെ പദച്ഛേദം ചെയ്യേണ്ടത്. ഇൻപേ അണു പൊരുപ്പായി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ദുഃഖം പോലും മല പോലെ തോന്നും. ദുഃഖിക്കും നൻ ഗുണത്താൽ. നൽ ഗുണത്താൽ നല്ല ഒരു ഗുണമാണ് ഏത്? ചെറിയ ലൗകിക ദുഃഖം പോലും സഹിക്ക വയ്യാതെ വരിക എന്നുള്ളത്. അതുപോലും അയാൾക്ക് മഹത്തായ ഒന്നായിട്ട് തോന്നും. കാരണം അയാള് ശുദ്ധമായ സുഖത്തെ നേടാൻ ആഗ്രഹിക്കുന്നയാളാണ്. അതൊരു നല്ല ഗുണമാണ്. പേരിൻപുക്ക് ഇച്ഛൈ പിറന്നത്. പേരിൻപുക്ക് എന്ന് പറഞ്ഞാൽ പേരിമ്പം, മഹത്തായ ആനന്ദം, വലിയ സുഖം, അനന്തമായ സുഖം, അത് നേടണം എന്നുള്ള ഇച്ഛ അയാളുടെ ഉള്ളിൽ ജനിച്ചു. മോക്ഷം വേണം, അതിൽ കുറഞ്ഞതൊന്നും വേണ്ട, അല്പമായ വിഷയസുഖങ്ങളൊന്നും എനിക്ക് വേണ്ടേ വേണ്ട എന്ന് തീരുമാനിച്ച ആളാണ് ശരിക്കുള്ള മുമുക്ഷു. പേരിൻപ് കിച്ചൈ പിറന്നത് ഇനി കേൾ. ഇനി കേൾക്കൂ. എന്ത് കേൾക്കൂ? ഉനക്ക് പേരിൻപം തേടിപ്പെറായി. ഇനി വിവരിക്കാൻ പോകുന്ന രീതിയിൽ അന്വേഷിച്ചാൽ നിനക്ക് പരമാനന്ദത്തെ നേടാം. പരമാനന്ദം നേടാനുള്ള മാർഗം, ഉപായം ഞാൻ പറഞ്ഞു തരാം, കേൾക്കൂ. ഇനി കേൾ ഉനക്ക് പേരിൻപം തേടിപ്പെറായി എന്ന് പറഞ്ഞാൽ നിനക്ക് പേരിൻപം ഉണ്ടാക്കി തീർക്കുന്ന വഴി പറയാം. അങ്ങനെ നീ ഞാൻ പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് അതിനെ അന്വേഷിച്ച് സ്വന്തമാക്കൂ. അതിന്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. അറിവിനിരിപ്പിടം ആനന്ദമാണ്. ജീവന്മാർക്ക് തോന്നുന്ന ദുഃഖം അണുമാത്രമാണെങ്കിലും അവർ അജ്ഞാനം നിമിത്തം അതിനെ മേൽ സമാനം ഉൾക്കൊണ്ട് വരുത്തപ്പെടുന്നു. ആ അർത്ഥമല്ല ഈ തമിഴ് വ്യാഖ്യാനത്തിൽ കൊടുത്തിരിക്കുന്നത്. അജ്ഞാനികൾക്ക് ചെറിയ ദുഃഖം പോലും വലുതായി തോന്നും എന്നാണ്. അതല്ല ഈ പദ്യത്തിൽ പറയുന്നത്. ചെറിയ ദുഃഖം പോലും വലുതായി തോന്നും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവർ ശുദ്ധമായ സുഖത്തെ അന്വേഷിക്കുന്നവരാണ്. ആര്? ഈ മുമുക്ഷുക്കൾ. അതുകൊണ്ട് അവർക്ക് അത് ജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. അയാള് മോക്ഷേച്ഛയുള്ളവനായത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. മലയാളം വ്യാഖ്യാനത്തില് അജ്ഞാനം നിമിത്തം അതിനെ മേല് സമാനം ഉൾക്കൊണ്ട് വരുത്തപ്പെടുന്നു. എന്താണ് ഈ വരുത്തപ്പെടുന്നു? തമിഴാണ്. വരുത്തപ്പെടാൻ എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്നു എന്നാണ്. ഈ തമിഴിനെ അതുപോലെ മലയാളത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ്. വരുത്തം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. അപ്പൊ ദുഃഖിക്കുന്നു. അജ്ഞാനികൾ അവരുടെ ഉള്ളിലുള്ള അജ്ഞാനം നിമിത്തം ചെറിയ ദുഃഖത്തെ പോലും വലിയ ദുഃഖമായി അവർ കരുതുന്നു. ആ അർത്ഥം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ശരിയാണ്, അതിനോട് നമുക്ക് വിയോജിപ്പില്ല. പക്ഷെ ഈ പദ്യത്തിന്റെ അർത്ഥം അതല്ല. അതുപോലെ ഈ പക്ഷിയുടെ കാര്യം, ശുഭശകുന സൂചക പക്ഷി തൻ്റെ ഇണയുടെ രോദനം കേട്ട് അളവറ്റ് ദുഃഖിച്ച് കെടുന്നത് പോലെയാണ് അത്. അങ്ങനെയുള്ള അർത്ഥമൊന്നും എൻ്റെ കയ്യിലുള്ള ആ വ്യാഖ്യാനത്തിൽ വേറൊരു തമിഴ് പുസ്തകമുണ്ട്, അതിലും ഇങ്ങനെയുള്ള ഒരു അർത്ഥമൊന്നും പറയുന്നില്ല. ഇണയുടെ രോദനം കേട്ട് അളവറ്റ് ദുഃഖിക്കുന്ന ഒരു പക്ഷി, അങ്ങനെയുള്ള അർത്ഥമൊന്നുമില്ല. എന്തായാലും ചെറിയ ഒരു ദുഃഖം പോലും ഒരു ജിജ്ഞാസുവിനെ സംബന്ധിച്ച് അസഹനീയമായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അയാളിലെ അസഹിഷ്ണുതയെ അല്ല അത് സൂചിപ്പിക്കുന്നത്. ചെറിയ ഒരു ബുദ്ധിമുട്ട് പോലും അയാൾ സഹിക്കാൻ തയ്യാറല്ല. നമ്മൾ നല്ലപോലെ ക്ഷീണിച്ച് കിടന്നുറങ്ങുമ്പോൾ ഒരു ചെറിയ കൊതുക് വന്ന് കടിച്ചാലും നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും. കാരണം എന്തെന്നോ, ഈ ദുഃഖത്തിന്റെ കണിക പോലും ഇല്ലാത്ത ശുദ്ധ സുഖമാണ് നമ്മൾ ഉറക്കത്തിൽ അനുഭവിക്കുന്നത്. അതിനൊരു ചെറിയ വിഘ്നം വന്നാൽ പോലും നമുക്കത് താങ്ങാൻ സാധ്യമല്ല.
അങ്ങനെ ഒരു മനസ്ഥിതിയാണ് സാധകന്, അത് വളരെ നല്ല ഗുണമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ നീ ചിത്തശുദ്ധി വന്നവനാകയാൽ സുഹൃതഫലമായി നിനക്ക് മഹാനന്ദത്തിൽ അഭിവാഞ്ഛയുണ്ടായിരിക്കുന്നു, ആഗ്രഹമുണ്ടായിരിക്കുന്നു. ആകയാൽ നീ ഒട്ടും സംശയിക്കാതെ എൻ്റെ മൊഴികൾ കേട്ട് മഹാനന്ദത്തെ മനന നിധിധ്യാസം മുഖേന ആരാഞ്ഞ് അടഞ്ഞുകൊള്ളുക. അടഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞാൽ പ്രാപിച്ചുകൊള്ളുക. അതും തമിഴാണ്. ചരമമടഞ്ഞു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. മോക്ഷമടഞ്ഞു എന്ന് പറയാറുണ്ടോ മലയാളത്തിൽ? ഇല്ല, അങ്ങനെ തോന്നില്ല. മോക്ഷമടഞ്ഞു, മോക്ഷം പ്രാപിച്ചു എന്ന് അങ്ങനെ പറയാറില്ല. ചരമമടഞ്ഞു എന്ന് പറയാറുണ്ട്. അവിടെ അടയുക എന്നുള്ളതിന് സാധാരണ മലയാളത്തിലെ അടയുക, കഥ അടയുക എന്നുള്ള അർത്ഥമൊന്നുമില്ല. ചരമമടഞ്ഞു എന്നുള്ള പ്രയോഗം ശരിയാണ്. അപ്പോൾ മനനത്തിലൂടെയും നിധിധ്യാസനത്തിലൂടെയും ഈ മഹാനന്ദത്തെ പ്രാപിക്കാനുള്ള മാർഗം നിനക്ക് ഞാൻ പറഞ്ഞു തരാം, കേട്ടുകൊള്ളൂ. ആ മാർഗത്തിലൂടെ മുന്നേറി ഈ ആനന്ദത്തെ കരസ്ഥമാക്കൂ. അടുത്ത പദ്യം വായിക്കാം. പേരിൻപ മുന്നൈ പിരിയാതെ ഉന്നുണ്മൈ അത് ഓരിൻപമായി വിടയത്തൂടുതി ഉദിപ്പും പേരിൻ പഴിവിലേ തോன்றுം അറിവും അയലാം ഒഴിയും ഇരണ്ട് ഇൻപമും. പേരിൻപം ഉന്നൈ പിരിയാത്, നീ അന്വേഷിക്കുന്ന ആ മഹത്തായ ബ്രഹ്മാനന്ദമുണ്ടല്ലോ, ആ ബ്രഹ്മാനന്ദം അതാണ് പേരിൻപം, ഏറ്റവും വലിയ ആനന്ദം എന്നർത്ഥം. ഉന്നൈ പിരിയാത്, അത് നിന്നെ പിരിയുകയില്ല, അത് നിന്നോട് ചേർന്ന് തന്നെ ഇരിക്കും. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ അതാണ് നീ, നിന്റെ സ്വരൂപമാണ് ആനന്ദം. അപ്പൊ അതെങ്ങനെ നമ്മെ വിട്ടു പിരിയും? ഈ ജീവനെ വിട്ടകലും. പക്ഷെ ഈ ജീവന്മാരൊക്കെ ദുഃഖിക്കുകയാണല്ലോ ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിൽ എന്ന് ചോദിച്ചാൽ, താൻ ആനന്ദമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. അജ്ഞതയാണ് ആനന്ദത്തെ മറയ്ക്കുന്നത്. മായ ബ്രഹ്മത്തിന്റെ 3 സ്വരൂപത്തിൽ, ഒരേ ഭാവം തന്നെയാണ്, 3 പ്രകാരത്തിലാണ് ബ്രഹ്മസ്വരൂപത്തെ വർണ്ണിക്കുന്നത്. സത്ത്, ചിത്ത്, ആനന്ദം. ഇതിൽ ചിത്തിനെയും ആനന്ദത്തെയും മായ മറച്ചു കളഞ്ഞിരിക്കുന്നു. ചിത്തിനെ മറയ്ക്കുമ്പോഴാണ് ജഡം ഉണ്ട് എന്ന് തോന്നുന്നത്. ചിത്തിന്റെ നേരെ വിപരീത പദമാണ് ജഡം. അപ്പൊ ചിത്ത് എന്നുള്ള ആസ്പെക്റ്റ്, ആ ഭാവത്തെ മായയുടെ തമോ ഗുണം മറയ്ക്കുമ്പോഴാണ് ജഡമുണ്ട് എന്ന് തോന്നുന്നതും ജഡവുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് തോന്നുന്നതും ജഡത്തെ ആശ്രയിച്ച് സുഖിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിദംശത്തെ മായ മറച്ചു, ആനന്ദം എന്നുള്ള ആസ്പെക്റ്റിനെയും മറച്ചു. അതുകൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത്. നമ്മൾ ആനന്ദ സ്വരൂപികളായിരിക്കവേ എന്തുകൊണ്ട് ദുഃഖിക്കുന്നു എന്ന് ചോദിച്ചാൽ, താൻ ആനന്ദമാണെന്ന് അറിഞ്ഞില്ല, ആ അറിവിന്റെ കുറവുണ്ട്. അപ്പൊ ഇവിടെ ആനന്ദത്തെ അന്വേഷിക്കുന്നത് ആനന്ദമാണ്. എന്തൊരു വിരോധാഭാസം എന്ന് നോക്കൂ. ആനന്ദത്തെ അന്വേഷിക്കുന്നത് ആനന്ദമാണ്. ഈ ജീവൻ യഥാർത്ഥത്തിൽ ബ്രഹ്മമാണല്ലോ, ആ ബ്രഹ്മത്തിന്റെ സ്വരൂപം ആനന്ദമാണല്ലോ. പക്ഷെ ഈ ജീവനല്ലേ സുഖം തേടി അലയുന്നത്, താൻ സുഖസ്വരൂപനാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ദുഃഖിക്കുന്നു. അപ്പൊ 2 അംശത്തെ മറച്ചു, ചിദംശത്തെയും ആനന്ദാംശത്തെയും മറച്ചു. പക്ഷേ ഈ മായയ്ക്ക് സത്ത് എന്നുള്ള അംശത്തെ മറയ്ക്കാൻ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. എന്താണ് സത്ത് എന്നുള്ള അംശത്തെ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഇല്ല എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയാൽ, ഞാനില്ല എന്ന് നമുക്കൊരനുഭവം ഉണ്ടെങ്കിൽ മായ ചിദംശത്തെയും ബാധിച്ചു എന്ന് പറയാം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല. ഞാൻ ഉണ്ട് എന്നാണ് അനുഭവം, ഞാൻ ഉണ്ട് എന്നാണ്. ഉറക്കത്തിൽ ഞാൻ ഉണ്ട് എന്ന് അനുഭവിക്കുന്നില്ലെങ്കിലും ഉറങ്ങി എഴുന്നേറ്റ് വന്ന ഒരാൾ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഒന്നും അറിയാതെ താൻ അവിടെ ഉണ്ടായിരുന്നു, ഈ ഉറക്കത്തിലെ സുഖം അനുഭവിച്ചുകൊണ്ട്. അപ്പൊ തൻ്റെ അസ്തിത്വം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ഒരാളുടെ പ്രസ്താവന. ഉറക്കത്തിൽ ഞാനില്ലായിരുന്നു, എന്റെ ഉറക്കത്തിൽ ഞാനില്ലായിരുന്നു എന്ന് ആരെങ്കിലും പറയുമോ? പിന്നെ ആരാ ഉറങ്ങിയത്? ഞാൻ എന്നുള്ള ഭാവമില്ല അവിടെ, വ്യക്തമായിട്ടൊരു അഹങ്കാരം വേർതിരിഞ്ഞ് നിൽക്കുന്നില്ല എന്നുള്ളത് ശരി. പക്ഷെ ഞാനില്ലായിരുന്നു എന്ന് ആരെങ്കിലും പറയുമോ? എന്നാ പിന്നെ ഉറങ്ങിയതാരെ? ഉറക്കം എന്ന് പറയുന്നത് ജാഗ്രത്തിനെയും സ്വപ്നത്തിനെയും ഈ 2
അവസ്ഥകളെക്കാളും എത്രയോ ഗംഭീരമായ അനുഭവമാണ് ഈ ഉറക്കം. കാരണം ഈ രണ്ടവസ്ഥകളിലും നാം നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടാണിരുന്നത്. അതിനെ മുഴുവൻ തുടച്ചു നീക്കിയിട്ടാണ് സുഷുപ്തി എന്നുള്ള അനുഭവം രംഗപ്രവേശം ചെയ്യുന്നത്. അത് നിസ്സാരമാണോ? തുടച്ചു നീക്കുക എന്ന് പറഞ്ഞാൽ ജാഗ്രത്തിലും സ്വപ്നത്തിലും ശരീരാനുഭവമുണ്ട്, ലോകാനുഭവമുണ്ട്. ജാഗ്രത്തിൽ പുറം ലോകത്തെക്കുറിച്ചുള്ള അനുഭവം, സ്വപ്നത്തിൽ ആന്തരലോകത്തെക്കുറിച്ചുള്ള അനുഭവം. സ്വപ്നത്തിൽ സ്വപ്ന ശരീരം, ജാഗ്രത്തിൽ അന്നമയ കോശമായ ഈ ശരീരം. ഇത് എല്ലാറ്റിനെയും തുടച്ചു നീക്കിയിട്ടാണല്ലോ സുഷുപ്തി നമ്മിൽ ഉദിക്കുന്നത്. എല്ലാറ്റിനെയും ഗ്രസിക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി. പരമമായ ആനന്ദം അനുഭവപ്പെടുന്ന അവസ്ഥയുമാണത്. അപ്പൊ ഈ പരമാത്മാവിന്റെ സത്ത് എന്നുള്ള ആസ്പെക്റ്റിനെ, ആ അംശത്തെ മായയ്ക്ക് നീക്കാൻ അല്ലെങ്കിൽ മറയ്ക്കാൻ സാധിച്ചിട്ടില്ല. ചില യോഗിമാർക്കൊക്കെ സിദ്ധി ഉണ്ടാവും, മന്ത്രസിദ്ധി. അവര് അഗ്നിയുടെ ഉള്ളിൽ കൈകൊണ്ട് വെച്ചാൽ പൊള്ളില്ല, പൊള്ളലേൽക്കില്ല. അഗ്നിയുടെ ചൂട് അവർക്ക് അനുഭവപ്പെടില്ല. ആ ചൂടിനെ അവരുടെ ആ മന്ത്രശക്തി കൊണ്ട് അവർ മാറ്റുന്നു. ചൂടിനെ മാത്രമേ അവർക്ക് മാറ്റാൻ പറ്റൂ, അതിന്റെ പ്രകാശത്തെ മാറ്റാൻ സാധ്യമല്ല. അഗ്നിയുടെ പ്രകാശത്തെ മാറ്റാൻ കഴിവുള്ള ഒരു യോഗിയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ചൂടറിയാതെ ആ ചൂടിനെ മന്ത്രശക്തി കൊണ്ട് താൽക്കാലികമായി അവർക്ക് മാറ്റി നിർത്താൻ പറ്റും. അപ്പോൾ തീര് കൈകൊണ്ട് വെച്ചാലും പൊള്ളലേൽക്കില്ല. ഇതുപോലെയാണ് ആത്മാവിന്റെ രണ്ടംശത്തെ മാത്രമേ മായയ്ക്ക് മറയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ. മൂന്നാമത്തെ അംശമായ സദ്ഭാവം ഉണ്ട്, ഉണ്മയുടെ അനുഭവത്തെ മായയ്ക്ക് മറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഉണ്ട്, ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്നത്. പേരിൻപം ഉന്നൈ പിരിയാതെ, ഈ ആത്മസുഖം ജീവന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് അത് ഒരിക്കലും ജീവനെ വിട്ട് പിരിയുന്നില്ല. ഉണ്മൈ അത് ഉണ്മൈ, അത് നിന്റെ സ്വരൂപമാണ്, നിന്റെ അധിഷ്ഠാനമാണ്, നിന്റെ സ്വരൂപം തന്നെയാണ്. ഓരിൻപമായി വിടയത്തൂടുദിപ്പും. വിടയം വിഷയം. തമിഴില് സംസ്കൃത പദങ്ങളിൽ ഷാ ഉണ്ടെങ്കിൽ തമിഴിൽ വരുമ്പോൾ അത് ടാ എന്നാവും. വിഷം എന്നുള്ളതിനെ വിടം, വിഷയം വിടയം, വൃഷഭം വിടവം, ഋഷഭം ഇടവം, മലയാളത്തിലെ ഇടവം ഋഷഭം എന്നാണ്. അത് ഉണ്മൈ, ഈ ആത്മാവ് നിന്റെ സ്വരൂപമാകുന്നു. ഓരിൻപമായി വിടയത്തൂടുദിപ്പും. വിടയത്തൂട് ഉദിപ്പും എന്ന് പറഞ്ഞാൽ വിഷയത്തിലൂടെ, ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെ വെച്ചുകൊണ്ട് ബാഹ്യ വിഷയങ്ങളെ അനുഭവിച്ച് അവയിൽ നിന്ന് സുഖം ഉൾക്കൊള്ളാറുണ്ടല്ലോ, അത് ആത്മാനന്ദം തന്നെയാണ്. കാരണം ജഡത്തിൽ നിന്ന് ആനന്ദമുണ്ടാവാൻ പറ്റില്ല, ജഡത്തിലൂടെ ആനന്ദത്തെ അനുഭവിക്കാനും സാധ്യമല്ല. ചുരുക്കം, ആനന്ദ അനുഭവം ആത്മാവിൽ മാത്രമേ ഉള്ളൂ. വിഷയങ്ങളിൽ നിന്ന് സുഖം കിട്ടുന്നതായി അജ്ഞാനികളായ ജീവന്മാരാണ് തെറ്റിദ്ധരിക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിൽ സമ്പർക്കത്തിൽ വരുമ്പോൾ ഉള്ളിലുള്ള അജ്ഞാന മറ തൽക്കാലം മാറിപ്പോകുന്നു, അകത്തുള്ള സുഖം തെളിയുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഈ അകത്തുള്ള സുഖമാണോ അപ്പൊ നമ്മൾ ഈ ഇന്ദ്രിയ സുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരൊറ്റ പരീക്ഷണത്തിലൂടെ അത് തെളിയിച്ചു തരാം. ഒരാളുടെ ഇന്ദ്രിയങ്ങൾ ഒരു വിഷയത്തെ അനുഭവിക്കുന്നു എന്ന് കരുതുക. വിഷയവുമായിട്ട് ഇന്ദ്രിയങ്ങളും മനസ്സും കൂടെ സമ്പർക്കപ്പെടുമ്പോഴാണ് ആ വിഷയസുഖം അനുഭവപ്പെടുന്നത്. വിഷയം പുറത്താണ്, ഇന്ദ്രിയങ്ങൾ തൻ്റെ ശരീരത്തിലാണ്, സുഖം അകത്താണ്. എന്തുകൊണ്ടിങ്ങനെ? വിഷയസുഖം വിഷയത്തിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ അത് പുറത്തുന്ന പോലെയല്ലേ അനുഭവപ്പെടേണ്ടത്? പക്ഷെ സുഖം മനുഷ്യന്റെ ഉള്ളിലാണ്. ഈ വിഷയം നമ്മുടെ മനസ്സിനകത്ത് പ്രവേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ എന്താണ് ഈ സുഖത്തിന്റെ രഹസ്യം? മനുഷ്യൻ ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ നെട്ടോട്ടം ഓടുകയാണ്. ഈ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിൽ സമ്പർക്കപ്പെടുമ്പോൾ ആത്മസുഖം മറമാറി തെളിയുന്നു. പക്ഷേ അവിവേകിയായ ജീവൻ അത് തിരിച്ചറിയുന്നില്ല. അയാളുടെ യുക്തി എന്താ? വിഷയങ്ങളുമായി സംബന്ധപ്പെടുമ്പോഴാണല്ലോ എനിക്ക് സുഖം അനുഭവപ്പെടുന്നത്,
അപ്പോ അത് വിഷയത്തിൽ നിന്ന് വരുന്നതാവാനല്ലേ പറ്റൂ? തെറ്റാണ്. വിഷയങ്ങൾ ജഡങ്ങളാണ്, ഇന്ദ്രിയങ്ങളും ജഡങ്ങളാണ്. രണ്ട് ജഡങ്ങൾ തമ്മിൽ സമ്പർക്കത്തിൽ വന്നാൽ എങ്ങനെ സുഖമുണ്ടാകും? നശിക്കുന്നവയാണ് ജഡങ്ങൾ, അനുനിമിഷം നശിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ഉണ്ടായതാണ്, കുറച്ചു കാലം നിലനിന്നിട്ട് ഇല്ലാതായി പോകുന്നവയാണ്. ഇതിനെങ്ങനെ സുഖം തരാനുള്ള കഴിവുണ്ടാകും? ഇതൊന്നും മനുഷ്യൻ ആലോചിക്കുന്നില്ല. എന്നാൽ സുഖം അനുഭവിക്കുന്നുമുണ്ട്. ആ സുഖത്തിന്റെ ഉറവിടം അറിയാതെ, ആ സുഖാനുഭവത്തിന്റെ രഹസ്യം മനസ്സിലാകാതെ സുഖിക്കുന്നു. അതുകൊണ്ട് എന്താ? മോഹബദ്ധരായി പോകുന്നു. തനിക്ക് സുഖം അനുഭവിക്കണമെങ്കിൽ പുറം വിഷയത്തിന്റെ സഹായം വേണം എന്ന് തെറ്റായി തീരുമാനിക്കുന്നു. ഉള്ളിലെ സുഖമാണ് മറമാറി പുറത്തു വരുന്നത്. അപ്പോൾ വിഷയത്തിലൂടെ കിട്ടുന്ന ആനന്ദം യഥാർത്ഥത്തിൽ ബ്രഹ്മാനന്ദമാണ്. ഉദിപ്പും പേരിൻപഴിവിലേ തോன்றுം അറിവും, പേരിൻപത്തിന്റെ നാശത്തിൽ ഉണ്ടാവുന്ന അറിവും. പേരിൻപം എന്നുള്ളത് നമ്മൾ ഇതുവരെ എന്താ പറഞ്ഞു വന്നത്? ബ്രഹ്മാനന്ദം എന്നാണ് പറഞ്ഞു വന്നത്. ഇവിടെ പറയുന്നത് പേരിൻപഴിവിലേ, പേരിൻപം നശിക്കുമ്പോൾ. അപ്പൊ അത് ബ്രഹ്മാനന്ദത്തെ അല്ല അവിടെ പേരിൻപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമാധി സുഖത്തെയാണ് അവിടെ പേരിൻപം. വിഷയസുഖങ്ങളെ അപേക്ഷിച്ച് സമാധി സുഖം വളരെ വലുതാണ്. സമാധി സുഖത്തിന്റെ മുമ്പിൽ വിഷയസുഖമൊന്നും ഒന്നുമല്ല. അപ്പൊ ആ സമാധി സുഖത്തെയാണ് പേരിൻപം എന്ന് രണ്ടാമത് പറയുന്നത്. ആ സുഖാനുഭവത്തിലും ജീവഭാവം കുറച്ച് ബാക്കിയുണ്ടാവും. ഞാൻ ആനന്ദം അനുഭവിക്കുന്നു എന്നൊരു ഉള്ളുണർവ് ഈ സമാധിയിൽ ഉണ്ടാവും. സവികൽപ്പ സമാധി അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ആനന്ദാനുഭവവും ഉണ്ട്, അനുഭവിക്കുന്ന ഞാനിനെ കുറിച്ചുള്ള ബോധവും ഉണ്ട്. അത് യഥാർത്ഥ ബ്രഹ്മാനന്ദമല്ല. അവിടെ ദ്വൈതമുണ്ട്. സുഖവും സുഖത്തെ അനുഭവിക്കുന്നവനും അതിനെയും കടന്നു പോകണം എന്നാണ്. ആ ദ്വൈതത്തെയും അതിക്രമിക്കണം. അപ്പോ പേരിൻപഴിവ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ സമാധി സുഖത്തെയും കടന്നു പോകുന്നു അയാൾ. എല്ലാ ദ്വൈതങ്ങളെയും അതിക്രമിച്ചു പോകുന്നു. അപ്പോഴാണ് നിർഗുണമായ ബ്രഹ്മാനന്ദം. അത് വസ്തുവിന്റെ സ്വരൂപമാണ്. ബ്രഹ്മം വേറെ ആനന്ദം വേറെ എന്നല്ല, ബ്രഹ്മത്തിന്റെ ആനന്ദം എന്നല്ല, ബ്രഹ്മം തന്നെയാണ് ആനന്ദം. തൈത്തിരീയോപനിഷത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത്. ആനന്ദമാണ് ബ്രഹ്മം എന്നറിഞ്ഞുകൊള്ളൂ. ഭൃഗു തൻ്റെ അച്ഛനായ വരുണനോട് ഈ ആത്മതത്വം ബ്രഹ്മം എന്താണ് എന്നറിയാൻ വേണ്ടി ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പടിപ്പടിയായി 5 കോശങ്ങളെയും വിവരിച്ച് കേൾപ്പിക്കുകയാണ്. ഈ ശരീരം അന്നമയ കോശം ബ്രഹ്മം തന്നെയാണ്. അന്നം ബ്രഹ്മമാണ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അന്നം ബ്രഹ്മമാണ്. അത് ബ്രഹ്മമായതുകൊണ്ടാണ് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തി, ഒരു സുഖം തോന്നുന്നത്. കാരണം സുഖം നൽകാൻ കഴിവുള്ളത് ആത്മാവാണ്, വേറൊന്നിനും സുഖം നൽകാൻ കഴിവില്ല. പക്ഷെ അന്നം ജഡമല്ലേ? ജഡമാണെങ്കിലും അത് യഥാർത്ഥത്തിൽ ബ്രഹ്മമാണ്. മായ കൊണ്ട് ജഡമെന്ന പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് വയറ് നിറയുമ്പോൾ നമുക്കൊരു സുഖം അനുഭവപ്പെടുന്നത്. അങ്ങനെ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം കഴിഞ്ഞ് അവസാനത്തെ കോശമായ ആനന്ദമയ കോശത്തിലേക്ക് എത്തുമ്പോൾ ആനന്ദമാണ് ബ്രഹ്മം എന്നറിയൂ എന്നാണ് പുത്രനായ ഭൃഗുവിനെ വരുണൻ ഉപദേശിക്കുന്നത്. അപ്പൊ ഈ സമാധി സുഖത്തെയും കടന്നു പോകണം. അപ്പൊ അറിവുണ്ടാകുന്നതാണ്. നോക്കൂ ആ പദപ്രയോഗം, പേരിൻ വഴിവിലേ തോன்றுം അറിവ്. അവിടെ അറിവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം എന്നാണ് അർത്ഥം. അത് മഹത്തായ സമാധി സുഖം നഷ്ടമാകുമ്പോഴാണ് അതുണ്ടാവുന്നത്. എന്തുകൊണ്ട്? സമാധിയിൽ ദ്വൈതമുണ്ട്. അതിനെയും കവച്ചു വെച്ച് പോകുമ്പോഴാണ്, ആ പേരിൻപവും നശിക്കുമ്പോഴാണ് അറിവ്, ശുദ്ധമായ ബ്രഹ്മജ്ഞാനം, ആത്മതത്വത്തെ കുറിച്ചുള്ള അറിവ് ഉണ്ടാകുന്നത്. അവിടെ പേരിൻപഴിവിലേ തോன்றுം അറിവ്. ആ സമാധിയിൽ ചെറിയ ഒരു ഭേദമുണ്ട്. ഞാൻ ബ്രഹ്മം, ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നുള്ള അദ്വൈത സ്ഥിതി അവിടെയും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ആ സുഖവും യഥാർത്ഥ സുഖമല്ല, ബ്രഹ്മാനന്ദമല്ല. ചുരുക്കം നമ്മൾ 2 ആനന്ദങ്ങളെയാണ്
ഇതുവരെ പറഞ്ഞത്. ഒന്ന്, പുറം വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുമ്പോൾ കിട്ടുന്ന സുഖം, അതാണ് വിഷയസുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത്, വിഷയങ്ങളുടെ സ്പർശമില്ലാതെ ഒരു യോഗി തൻ്റെ ഉള്ളിൽ തന്നെ അനുഭവിക്കുന്ന സമാധി സുഖത്തെയാണ് രണ്ടാമത്തെ സുഖമായി പറഞ്ഞത്. ഈ രണ്ട് സുഖത്തിനെയും അതിക്രമിക്കുന്നതാണ് ആത്മാനന്ദം അല്ലെങ്കിൽ ആത്മസുഖം. അയലാം, അയലാം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളാണ്. ഈ പറഞ്ഞ രണ്ട് ആനന്ദങ്ങളും ബ്രഹ്മാനന്ദത്തിൽ നിന്ന് വേറിട്ടതാണ്. ഒഴിയും ഇരണ്ടിൻപവും, രണ്ട് സുഖവും ഒഴിയും, ഇല്ലാതാവും. എന്തുകൊണ്ട്? അത് വാസ്തവമല്ല, ബ്രഹ്മമാണ് സത്യം. അപ്പോൾ അതിൻ്റെ സ്വരൂപമായ ആനന്ദമാണ് ശരിക്കും ഉള്ളത്. അത് നശിക്കുന്ന ഒരു സുഖമല്ല. ആ സുഖത്തിന് ഒരു കോട്ടവും തട്ടില്ല. മരണത്തിന് പോലും അപഹരിക്കാൻ കഴിയാത്ത സുഖമാണ് ഒരു ബ്രഹ്മജ്ഞാനി ഉള്ളിൽ അനുഭവിക്കുന്നത്. സമാധി സുഖത്തിന് സമാധിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നാൽ ഭംഗം വന്നു, ആ സുഖം അനുഭവപ്പെടില്ല. അതുപോലെ വിഷയസുഖങ്ങൾക്കും പോരായ്മയുണ്ട്. ആ വിഷയങ്ങളുമായി നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ബന്ധപ്പെടുമ്പോൾ മാത്രമേ അതിൽ നിന്ന് ആ സുഖം കിട്ടുന്നുള്ളൂ. ആ സമ്പർക്കം വിട്ടാൽ, ആ കോണ്ടാക്ട് പോയാൽ അതോടൊപ്പം സുഖവും നഷ്ടമായി. ഒന്ന് ബാഹ്യസുഖം, വേറൊന്ന് ആന്തരസുഖം. ഈ രണ്ട് സുഖവും ഒഴിയും, ഇല്ലാതാവും. എപ്പോ? ശുദ്ധമായ ആത്മാനന്ദത്തെ പ്രാപിക്കുമ്പോൾ, ബ്രഹ്മമായി നിൽക്കുമ്പോൾ. അവിടെ സുഖവും സുഖത്തെ അനുഭവിക്കുന്ന ഒരുവനുമില്ല, താൻ സുഖസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു, അത്രയോ. അതാണ് ഏറ്റവും ഉയർന്ന സ്ഥിതി എന്നാണ്. അജ്ഞാനം കൊണ്ടാണ് വിഷയസുഖാനുഭവം. കുറെയൊക്കെ ജ്ഞാനം നേടിയതിന് ശേഷമാണ് സമാധിയിലെ സുഖം അനുഭവപ്പെടുന്നത്. ഈ രണ്ട് സുഖങ്ങളും കേവലമായ ബ്രഹ്മസ്ഥിതിയിൽ അല്ലെങ്കിൽ മോക്ഷസ്ഥിതിയിൽ ഇല്ലാതെയാവും. ഈ രണ്ട് ആനന്ദങ്ങളെയും വെല്ലുന്ന ആനന്ദമാണ് ബ്രഹ്മാനന്ദം. മൊത്തത്തിന്റെയോ? പേരിൻപം ഉന്നയി പിരിയാതെ. അവിടെ പേരിൻപം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദം എന്നർത്ഥം. ആ ആത്മസുഖം നിന്നെ ഒരിക്കലും വിട്ടകലുന്നില്ല. അത് നിന്നോടൊപ്പമുണ്ട്, നിന്റെ സ്വരൂപമായിട്ടുണ്ട്. ഉണ്മൈ അത് നിന്റെ സ്വരൂപമാണ്. ഉണ്മ എന്ന് പറഞ്ഞാൽ സത്യം, സ്വരൂപം, നിന്റെ അധിഷ്ഠാനം, നീ തന്നെ ആണത്. ഓരിൻപമായി വിടയത്തൂടുദിപ്പും. വിടയത്തൂട് ഉദിപ്പും എന്ന് പറഞ്ഞാൽ വിഷയത്തിലൂടെ കിട്ടുന്ന സുഖം എന്നർത്ഥം, ലൗകിക സുഖം. അതും ബ്രഹ്മാനന്ദത്തിന്റെ തന്നെ ഒരു വകഭേദമാണ്. അതും സുഖം തന്നെയാണ്. അതിനെയും നമുക്ക് സുഖമെന്ന് പറയാം. ഈ ജീവികളെല്ലാം ഈ വിഷയസുഖത്തിന്റെ പുറകെയാണല്ലോ ഓടുന്നത്. ഇനി സമാധി സുഖത്തെയാണ് അടുത്തത് പറയുന്നത്. പേരിൻ പഴിവിലേ തോன்றுം അറിവും. സമാധി സുഖം, ആ സമാധി സുഖത്തിൽ താത്പര്യം ഇല്ലാതെയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ സുഖം പോലും അനുഭവിക്കണം എന്നുള്ള വാഞ്ച ഈ സാധകന്റെ ഉള്ളിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ ഉള്ളിൽ ജ്ഞാനം കുറച്ചു പ്രകാശിക്കുന്ന, അതാണ് പേരിൻ പഴിവിലേ തോன்றுം അറിവും. അത് ബ്രഹ്മജ്ഞാനമല്ല, ബ്രഹ്മം എന്നൊന്നുണ്ട് എന്ന് അയാൾ നേർക്കുനേർ കാണുന്നു. ഇതുവരെ സിദ്ധാന്തപരമായിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്. ഇപ്പോ അഭിമുഖമായി വരുന്നു. അതുകൊണ്ട് അതിനെ നമുക്ക് അറിവ് എന്ന് പറയാം. ആത്മാവുണ്ട്, പക്ഷേ അത് താനാണ് എന്നുള്ള അറിവില്ല. താനും അതും ഒന്ന് തന്നെയാണ് എന്നുള്ള അറിവില്ല. അല്പം ദ്വൈതം ബാക്കി കിടക്കുന്നു. അതുകൊണ്ട് ആ സുഖത്തെയും അതിക്രമിക്കണം, അതിൻ്റെയും അപ്പുറത്ത് പോകണം. ഈ രണ്ട് സുഖങ്ങളും അയലാം. അയൽ ആം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളാണ്, ബ്രഹ്മാനന്ദത്തിൽ നിന്ന് അന്യങ്ങളാണ്. ഇത് രണ്ടും ബ്രഹ്മാനന്ദമല്ല. ഒരർത്ഥത്തിൽ ബ്രഹ്മാനന്ദം തന്നെയാണ്, പക്ഷെ ആ ശുദ്ധമായ ആനന്ദാനുഭവമല്ല ഈ പറഞ്ഞ രണ്ടും. വിഷയസുഖവും സമാധി സുഖവും ഒഴിയും ഇരണ്ടിൻപവും. രണ്ട് സുഖങ്ങളും നശിക്കും. ആത്മസുഖം നശിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അത് തൻ്റെ സ്വരൂപമാണ്. മാറി മറിയുന്ന സുഖം ആത്മസുഖമല്ല. വന്നിട്ട് പോകുന്നത്, കൂടുകയും കുറയുകയും ചെയ്യുന്നത്, അത് ആത്മസുഖമല്ല. ആത്മസുഖം എന്ന് പറഞ്ഞാൽ ശാശ്വതമായി
നിരന്തരമായി കൂടുതൽ കുറവില്ലാതെ എപ്പോഴും ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാ അവസ്ഥകളിലും ഒരുപോലെ അനുഭവപ്പെടുന്ന സുഖമാണ് ആത്മസുഖം അല്ലെങ്കിൽ ആത്മാനന്ദം. അപ്പോൾ അതിനെ വേണം ഒരു ജീവൻ പ്രാപിക്കേണ്ടത്. മഹാനന്ദം എന്നത് നിന്നെ എക്കാലവും വിട്ടുപിരിയാതെ നിന്നോട് അഭിന്നമായുള്ള നിന്റെ പരമാർത്ഥ സത്തയാണ്. അത് വനിതാദി വിഷയങ്ങളിലൂടെ പ്രകാശിച്ച് ചിറ്റിൻപമായി, ചിറ് ഇൻപം, ചിറ്റിൻപം, അല്പസുഖം എന്നർത്ഥം, ഇന്ദ്രിയസുഖം, വിഷയസുഖം എന്നർത്ഥം. ഇന്ദ്രിയങ്ങളുടെ സഹായത്തിലൂടെ ബാഹ്യ വിഷയങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട്, ബന്ധം കൊണ്ട് ഉണ്ടാകുന്ന സുഖങ്ങളെല്ലാം അല്പസുഖങ്ങളാണ്. അതിനെയാണ് ചിറ്റിൻപം എന്ന് പറയുന്നത്. വനിതാദി വിഷയങ്ങളിലൂടെ പ്രകാശിച്ച് ചിറ്റിൻപമായി സാധാരണ സുഖരൂപത്തിൽ നിനക്ക് അനുഭവപ്പെടുന്നു. എന്ത്? ബ്രഹ്മാനന്ദം തന്നെ. പക്ഷേ അത് ജഡമാധ്യമത്തിലൂടെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അതിൻ്റെ ആ ശുദ്ധമായ സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ മാധ്യമങ്ങളുടെ ദോഷം ആ ആനന്ദത്തിൽ കലർന്നിരിക്കുന്നു. ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് മാധ്യമങ്ങളൊന്നുമില്ലാതെ സ്വതന്ത്രമായി യഥാർത്ഥത്തിൽ ഉള്ളതാണത്. ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് ആനന്ദം. അതുകൊണ്ട് അത് അതിൻ്റെ ശുദ്ധമായ രീതിയിൽ പ്രകാശിക്കുന്നു. അതിനെയാണ് നാം ലക്ഷ്യമാക്കേണ്ടത്. നിർവിഷയാകാരത്തിൽ അത് സമാധിയിലൂടെ മഹാനന്ദമായും നിനക്ക് അനുഭവപ്പെടും. സമാധിയിൽ ചിത്തവൃത്തികളൊക്കെ ഉപശമിച്ച് ഉള്ള ഒരു സുഖമാണല്ലോ. ആ സുഖം വിഷയസുഖങ്ങളെക്കാളൊക്കെ എത്രയോ മേലെയാണ്. എന്നാലും അതും ബ്രഹ്മാനന്ദമല്ല എന്നാണ്. മനസ്സ് ഉപശമിക്കുന്നത് കൊണ്ട് കിട്ടുന്ന സുഖം മനസ്സ് ഉദിച്ചു വന്നാൽ നഷ്ടമാവും. അപ്പൊ ഈ സമാധി സുഖം പോലും ശാശ്വതമല്ല എന്നാണ്. വീണ്ടും മനസ്സ് വൃത്തികളായി ചലിക്കുമ്പോൾ ആ സുഖം പോയി പോവും. ആത്മസുഖം അങ്ങനെ നഷ്ടപ്പെടുന്ന ഒന്നല്ല. മനസ്സ് ചലിച്ചാലും ചലിച്ചില്ലെങ്കിലും അത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ജ്ഞാനി നിരന്തരമായ സുഖം അനുഭവിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പൊരുൾ. മറ്റുള്ളതൊക്കെ മനസ്സുമായി ബന്ധപ്പെടുത്തി നാം അനുഭവിക്കുന്ന സുഖങ്ങളാണ്. നിർവിഷയാകാരത്തിൽ അത് സമാധിയിലൂടെ മഹാനന്ദമായും നിനക്ക് അനുഭവപ്പെടും. ഈ രണ്ടാനന്ദങ്ങളും ചിത്തം ഏകാഗ്രമായി നിർവിഷയത്വം കൈക്കൊള്ളുമ്പോഴാണ് ഉദയമാകുക. ഇനി ഈ വിഷയസുഖമുണ്ടല്ലോ, ഇന്ദ്രിയ സുഖം, അതിൻ്റെ തന്നെ രഹസ്യം ആ സുഖത്തിൻ്റെ പാരമ്യതയിൽ ആ അനുഭവിക്കപ്പെടുന്ന വിഷയമുണ്ടല്ലോ അതിനെ നമ്മൾ ഉള്ളിൽ നിന്ന് പൂർണ്ണമായി വിടും. മനസ്സ് വിഷയങ്ങളിൽ നിന്നൊക്കെ മുക്തമാവും. ഇന്ദ്രിയ വിഷയങ്ങളെ ആശ്രയിച്ചാണ് ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ സുഖം അനുഭവിക്കുമ്പോൾ മനസ്സ് ശൂന്യമായിരിക്കും. അവിടെ ചിത്തവൃത്തികളൊന്നുമില്ല. അപ്പോൾ ചിത്തവൃത്തികൾ ഉപശമിക്കുന്നത് കൊണ്ടുണ്ടായ സുഖമാണ്. പക്ഷെ ഈ പാവം എന്താ വിചാരിക്കുന്നത്? ആ വിഷയത്തിൽ നിന്നാണ് ആ സുഖം കിട്ടിയത്. അപ്പൊ രണ്ടാനന്ദങ്ങളും ചിത്തം നിർവിഷയത്വം കൈക്കൊള്ളുമ്പോഴാണ്, ചിത്തം ഏകാഗ്രമായി എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാറ്റിനെയും വിട്ട് മനസ്സ് ഫോക്കസ്ഡ് ആവും, ഏകാഗ്രപ്പെടും. അവിടെ ഈ ധ്യാനത്തിൽ നമ്മൾ ഏകാഗ്രത നേടാൻ വേണ്ടി ചെയ്യുന്ന പ്രയത്നമൊന്നുമില്ല. ഈ ജീവികളുടെ സുഖാനുഭവത്തിൽ ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കുമ്പോൾ അവരുടെ കണ്ണടഞ്ഞു പോകും. കാരണം ഏകാഗ്രതയാണ്. കണ്ണ് തുറന്നാൽ ആ സുഖത്തിന് ഒരു കുറവ് വരുന്നുവെന്ന് അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് കണ്ണടച്ച് അങ്ങനെ കണ്ട രഹസ്യം. പാട്ട് കേൾക്കുമ്പോൾ ആൾക്കാരുടെ കണ്ണടയുന്നില്ലേ? എന്താ കാരണം? ആ കണ്ണെന്നുള്ള ഇന്ദ്രിയത്തിലൂടെ ഈ സുഖം ഒലിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് ആ കണ്ണിന്റെ വാതിലുകളും കൺപോളകളും അടയ്ക്കും. എന്നിട്ട് ആ പാട്ടിൽ അങ്ങനെ ഏകാഗ്രത നേടി അപ്പോഴാണ് അതിൻ്റെ രസം, അതിൻ്റെ പാരമ്യതയിൽ അനുഭവപ്പെടുക. അപ്പൊ ഈ സുഖാനുഭവങ്ങളൊക്കെ ചിത്തവൃത്തികൾ ഉപശമിക്കുന്നത് കൊണ്ടാണ്. ഇതൊരു വലിയ രഹസ്യമാണ്. മനുഷ്യൻ ഇതറിയുന്നില്ല. കാരണം അവൻ സുഖത്തിൽ മതിമറന്നു പോകുന്നു. ആ സുഖത്തിന്റെ ഉദ്ഭവം, സ്രോതസ്, എങ്ങനെ ആ സുഖം തൻ്റെ ഉള്ളിൽ ഉദിക്കുന്നു എന്നുള്ള കാര്യം അവൻ വേണ്ടവണ്ണം
മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ ആനന്ദങ്ങളും ബ്രഹ്മാനന്ദത്തിന്റെ തന്നെ വകഭേദങ്ങളാണ്. ദീർഘസമാധി പരിശീലനത്താൽ ഈ രണ്ടാനന്ദങ്ങളും ത്രിപുടി അറുമ്പോൾ എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന ഒരാളും ഉണ്ടാവരുത്, അനുഭവിക്കപ്പെടുന്ന ഒരാനന്ദവും ഉണ്ടാവരുത്, പിന്നെ അനുഭവിക്കൽ എന്നുള്ള ഒരു പ്രക്രിയയും ഉണ്ടാവരുത്. ചുരുക്കം എന്താ? അനുഭവിക്കുന്നവനും അനുഭവവും ആനന്ദമായി മാറണം. അതിലെന്താ രസം എന്നായിരിക്കും. ഈ അനുഭവിക്കാൻ ആളുണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ എന്ന്. ഈ ഉറക്കത്തില് ഈ അനുഭവിക്കുന്നവനെ നമ്മൾ മാറ്റി നിർത്തിയിട്ടാണോ ആ സുഷുപ്തി സുഖത്തെ അനുഭവിക്കുന്നത്? അല്ലല്ലോ. ഞാനിനെ ഉറക്കത്തിൽ നഷ്ടപ്പെടുത്തുമ്പോഴാണ് ആ സുഖം ഉണ്ടാവുന്നത്. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്നില്ല. അതിപ്പോ ഏത് സുഖവും അങ്ങനെയാണ്. സുഖ ആസ്വാദന വേളയിൽ ഞാൻ സുഖിക്കുന്നു എന്നുള്ള വിചാരം ഉണ്ടാവില്ല. ആ ചിത്തവൃത്തി പോലും അവിടെ ബാക്കിയില്ല. മനസ്സ് ഉപശമിച്ചു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ മനസ്സ് അതിൻ്റെ അധിഷ്ഠാനമായ ബ്രഹ്മമായി മാറി കുറച്ചു നേരത്തേക്കെങ്കിലും. അപ്പൊ നമ്മളൊക്കെ ബ്രഹ്മാനന്ദത്തെയാണ് അനുഭവിക്കുന്നത്. വിഷയസുഖങ്ങൾ എന്ന് തെറ്റിദ്ധരിക്കുന്നു. വിഷയത്തിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് തെറ്റായി മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ എല്ലാം ബ്രഹ്മാനന്ദത്തിന്റെ തന്നെ കണികകളാണ്. ദീർഘസമാധി പരിശീലനത്താൽ ഈ രണ്ടാനന്ദങ്ങളും ത്രിപുടിയാകുമ്പോൾ മാറി സ്ഥിരമായി നിത്യാനന്ദമായി ഭവിക്കുകയും ചെയ്യും. ദ്വൈതം സത്യമാണ് എന്നുള്ള വിചാരം പോകുമ്പോൾ, വിശേഷിച്ചും ഞാൻ അനുഭവിക്കുന്ന ഞാൻ, സുഖിക്കുന്ന ഞാൻ തന്നെ പൂർണ്ണമായി ഒടുങ്ങുമ്പോൾ, അഹങ്കാര നാശം സംഭവിക്കുമ്പോൾ അനുഭവപ്പെടുന്ന സുഖമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സുഖം. അതുകൊണ്ടാണ് ഈ ബ്രഹ്മാനന്ദത്തെ വെല്ലുന്ന ഒരു സുഖം ഇല്ല എന്ന് പറയുന്നത്. അടുത്ത പദ്യം വായിക്കാം. വിടയമുദിത്ത് നിன்று വിട്ട വിടം കീഴ് മേൽ ഇടൈവിടാതെ நிறைந்த வின்பம் தொடுவரோ தோன்றி அழிவதுவே துக்க சுகம் ഉന്നുണ്മൈ തോൻറാ വടങ്കാ സുഖം. ഈ പറഞ്ഞ കാര്യത്തെ കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണ്. വിടയം ഉദിത്ത് നിன்று വിട്ട ഇടം. വിടയം വിഷയം. വിഷയം ഉദിച്ച് നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ അസ്തമിക്കുക. വിഷയം ഉദിച്ച് അസ്തമിക്കുന്ന ഇടം എവിടെയാ? മനസ്സ്. മനസ്സിലാണ് വിഷയങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്. ആ മനസ്സിന്റെ തലമുണ്ടല്ലോ, മെന്റൽ പ്ലെയിൻ, അത് കീഴ് മോശം. മനസ്സിന്റെ തലം മോശമെന്ന്. വിടയം ഉദിത്ത് നിன்று വിട്ട ഇടം കീഴ്, അത് താഴെയാണ്, മോശമാണ്, ഇൻഫീരിയർ ആണ്. അപ്പോ ഏതാ മുകൾ എന്ന് പറയുന്നത്? ശ്രേഷ്ഠം, മെച്ചപ്പെട്ടത് ഏതാ? മേൽ ഇടൈവിടാതെ നിറൈந்த വിൻപം. ശ്രേഷ്ഠം എന്ന് പറയുന്നത് എന്താ? ഇടൈവിടാതെ, ഇടവിടാതെയുള്ള നിരന്തരമായ വിട്ടുപോകാത്ത നിറഞ്ഞ സുഖം. നിറഞ്ഞ സുഖം, പൂർണ്ണാനന്ദം എന്നർത്ഥം. അതെന്താ? ബ്രഹ്മാനന്ദം. വിഷയസുഖങ്ങളൊന്നും ശാശ്വതമല്ല. അല്പം അനുഭവിച്ചു കഴിയുമ്പോൾ ഈ അനുഭവിക്കാൻ കൊതിച്ച മനസ്സ് തന്നെ പറയും മതി. ഈ മനസ്സിനെ പോലെ മനുഷ്യനെ പറ്റിക്കുന്ന വേറൊരുത്തനില്ല. എന്തോ വലിയ കാര്യം എന്ന് പറഞ്ഞ് ചാടി വീണതാണ് ഒരു സുഖത്തിന്റെ പുറത്ത്. അല്പം അനുഭവിച്ചു കഴിഞ്ഞപ്പോ അതേ മനസ്സ് പറയുന്നു മതി. എന്തുകൊണ്ട്? ആ മനസ്സിന്റെ പറച്ചില് കേൾക്കാതെ വീണ്ടും നാം ആ സുഖാനുഭവത്തിൽ മുഴുകാൻ തുടങ്ങിയാൽ നമുക്ക് സുഖം കിട്ടില്ല. അതാണ് ഏതിനെ സുഖത്തിന് വേണ്ടി ആശ്രയിച്ചുവോ മനസ്സുകൊണ്ട്, ആ മനസ്സ് അല്പം ആ സുഖത്തെ അനുഭവിച്ചിട്ട് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ അനുഭവിക്കാൻ പറ്റില്ല. പിന്നെ ആ വിഷയത്തെ അനുഭവിക്കാൻ ശ്രമിച്ചാൽ സുഖമല്ല ദുഃഖമായിരിക്കും ഫലം. ഇതാണ് വിഷയസുഖങ്ങളുടെ മിഥ്യാത്വം, മായാമയത്വം എന്ന് പറയുന്നത്. പറ്റിക്കലാണത്. മനസ്സ് നമ്മെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഷയങ്ങളിൽ സുഖമുണ്ട്,
ആ വിഷയങ്ങളിൽ സുഖമുണ്ടെങ്കിൽ നിരന്തരമായി നിനക്ക് അനുഭവിച്ചാൽ എന്താ? അത് പറ്റുന്നുമില്ല ഈ മനസ്സിന്. കുറച്ച് കഴിയുമ്പോൾ അത് പറയും മതിയെന്ന്. അതാണ് വിടയമുദിത്ത് നിன்று വിട്ട വിടം കീഴ് മേൽ മുകളിൽ ശ്രേഷ്ഠം എന്ന് പറഞ്ഞത്. ഇടയിവിടാതെ നിറയുന്ന ബിംബം, ഇടവിടാതെ നിരന്തരമായി എപ്പോഴും കൂടുതൽ കുറവില്ലാതെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൂർണ്ണാനന്ദമാണ്, അല്ലെങ്കിൽ ആ ആനന്ദാവസ്ഥയാണ് ശ്രേഷ്ഠം. അതാണ് ബ്രഹ്മജ്ഞാനം നേടുന്നതിലൂടെ ഒരാൾ സ്വന്തമാക്കുന്നത്. പലരും ചോദിക്കും, ബ്രഹ്മജ്ഞാനം ആത്മജ്ഞാനം എല്ലാം ബ്രഹ്മമാണെന്ന് അറിഞ്ഞതുകൊണ്ട് എന്താ വിശേഷം? അതിനേക്കാളും വലിയ ഒരു സുഖമില്ല. ആ അറിവുണ്ടല്ലോ, ആ അറിവുണ്ടാക്കി തീർക്കുന്ന സുഖം ഈ വിഷയസുഖങ്ങളെക്കാളും ഒക്കെ എത്രയോ മഹത്താണ്. അതിൻ്റെ ഏഴയലത്ത് വരില്ല ഈ ഇന്ദ്രിയ സുഖങ്ങൾ. നിങ്ങൾക്ക് സുഖമാണല്ലോ വേണ്ടത്. ഏറ്റവും കൂടിയ സുഖം എവിടെ എന്ന് അന്വേഷിച്ചാണല്ലോ ഓടുന്നത്. ഭൂമിയിൽ അത് കിട്ടിയില്ലെങ്കിൽ 100 അശ്വമേധയാഗം നടത്തി അങ്ങ് സ്വർഗത്തെ എന്ന് അനുഭവിക്കാമെന്ന് പറഞ്ഞ് പോകുന്ന കൂട്ടരാണ്. ഈ ആനന്ദം നിങ്ങളുടെ സ്വരൂപമാണ്, നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ അത് അജ്ഞാനം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒന്നറിയൂ, തൻ്റെ സ്വരൂപത്തെ അറിയൂ. ആ ആനന്ദത്തിൻ്റെ ഉടമയാകാം നിങ്ങൾക്ക്. അറിഞ്ഞാലേ അത് അനുഭവപ്പെടും. നമ്മൾ ഉടമസ്ഥന്മാരായിരിക്കും, പക്ഷെ ഉടമസ്ഥനാണ് എന്നുള്ള അറിവില്ലെങ്കിൽ ഉടമസ്ഥൻ അല്ലാത്തതുപോലെയാണ്. നമ്മൾ അറിയാതെ ഒരു വീട് ഒരാൾ നമ്മുടെ പേരിൽ എഴുതി വെച്ചു, പ്രമാണം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. നമ്മൾ അറിഞ്ഞിട്ടില്ല. അയാൾ വന്ന് ഈ വിവരം വേറൊരാൾ അറിഞ്ഞു എന്ന് വിചാരിക്കുക. കോളടിച്ചല്ലോ, വലിയ ഒരു വീടിന്റെ ഉടമസ്ഥനാണല്ലേ ഇപ്പോ. ആര്? അല്ല, നിങ്ങളുടെ ഇപ്പൊ മറ്റേ വീട് നിങ്ങളുടെ പേരിലല്ലേ? ഏത് വീട്? എൻ്റെ ഒന്നുമല്ല. നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? പ്രമാണമാക്കിയതൊന്നും അറിഞ്ഞില്ലല്ലേ? വേറൊരാള് ആ വീട്ടിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അത് നിങ്ങളുടെ പേരിലേക്ക് എഴുതി തന്നു. അങ്ങനെയാണോ? രേഖകളോ? രേഖയൊക്കെ ഉണ്ട്. അതിന്റെ പത്രമൊക്കെ കൊണ്ടുവന്ന് കാണിച്ചപ്പോ ഇപ്പൊ ഞാൻ ഇതിന്റെ ഉടമസ്ഥനാണ്. ആ അറിവ് വരുത്തി തീർത്ത വ്യത്യാസം കണ്ടോ? ഇയാൾ അറിഞ്ഞില്ലെങ്കിലും പ്രമാണപ്രകാരം അയാൾ ആ വീടിന്റെ ഉടമസ്ഥനല്ലേ? ആണ്. പക്ഷെ അറിഞ്ഞാൽ അതിനൊരു വിശേഷതയുണ്ട്. ആ അറിവ് ഒരു വൈശിഷ്ട്യം ഉണ്ടാക്കി തീർക്കുന്നു. യഥാർത്ഥ ഉടമസ്ഥൻ താനാണ് എന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അതോടുകൂടെ ആ വീട് തന്റേതാണെന്നും അതിൽ തനിക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നും ആ ഒരു ആധികാരികത ഈ അറിവിലൂടെയാണ് ഉണ്ടാവുന്നത്. ഇതുപോലെയാണ് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ആത്മാവാണ്, ആനന്ദ സ്വരൂപികളാണ്. ശരി തന്നെയാണ്. പക്ഷെ അറിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയുക. അറിയണം, താൻ ആനന്ദമാണെന്ന് അറിയണം, അറിഞ്ഞ് അനുഭവിക്കണം. സ്വന്തമാക്കണം എന്ന് പറയുന്നത് പോലും ശരിയല്ല. കാരണം നേരത്തെ നമ്മുടെയാണ്, നമ്മൾ ആനന്ദമാണ്. പക്ഷെ അതറിയാതെ ദുഃഖികളായി കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ അറിവിന്റെ മഹത്വം. ഇടയിവിടാതെ നിറയുന്ന ബിംബം ആ ശാശ്വതമായ ആനന്ദസ്ഥാനത്തെ, ബ്രഹ്മത്തെ തൊടുവരോ? ആരെങ്കിലും തൊടുന്നുണ്ടോ, സ്പർശിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അതിനെ ആരാ സാക്ഷാത്കരിക്കുന്നത്? അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തി ഉണ്ടോ? ഇല്ല എന്ന് പറയുന്നതിനാണ് ഒരു ചോദ്യ രൂപത്തിൽ അത് അവതരിപ്പിക്കുന്നത്. ഉണ്ടാവും. നമ്മൾ പറയാറില്ലേ, അത്തി പൂത്തതുപോലെ. അത്തിമരം സാധാരണ പൂക്കാറില്ല. 12 കൊല്ലത്തിൽ ഒരിക്കൽ പൂക്കുന്ന പൂവാണ് നീലക്കുറിഞ്ഞി. 12 വർഷത്തിൽ ഒരിക്കലേ അത് പൂക്കുന്നതാണ്. അപ്പൊ വളരെ അപൂർവമാണ്, ദുർലഭമാണ് എന്നുള്ള അർത്ഥത്തിലാണ് അത്തി പൂത്തതുപോലെ. മലയാളത്തിൽ പറയാറില്ല, തമിഴിലാണത് പറയുക. തൊടുവരോ? ആ സത്യത്തെ ആരാ ഒന്ന് ചെന്ന് സ്പർശിക്കുന്നത്? തൊട്ടാൽ തന്നെ പവിത്രമാകും നിങ്ങളുടെ ജീവിതം. ഗംഗയിലൊക്കെ ഗംഗാജലത്തെ തൊട്ടാൽ ഒരു ശുദ്ധി ഉണ്ടാവും. മുങ്ങിയാലാണ്, മുങ്ങി ആ വെള്ളം കുടിക്കുകയും ചെയ്യുമ്പോഴാണ് പൂർണ്ണമായ പരിശുദ്ധി ഉണ്ടാവുന്നത്. ഈ സത്യം 1000 ഗംഗയെക്കാളും വലുതാണ്. ഇതിനെ തൊടുക പോലും വേണ്ട, സ്മരിച്ചാൽ മതി. സ്മരത്പാപഹന്ത്രേ നമസ്തേസ്തു തസ്മൈ. സ്മരിക്കുന്നത് കൊണ്ട് മാത്രം പരിശുദ്ധിയും പാപനാശവും സുഖവും ഒക്കെ ഉണ്ടാക്കി തീർക്കുന്നത് ഈ സത്യവസ്തുവിന്റെ സവിശേഷതയാണ്. ചിന്തിച്ചാൽ ഹൃദയം ശുദ്ധമായി. ഗംഗയെ അല്ലെങ്കിൽ ഗംഗാജലത്തെ
ചിന്തിച്ചത് കൊണ്ട് പവിത്രത വരുമോ? വരില്ല. ഒന്നുകിൽ ആരെങ്കിലും കൊണ്ടുവരുന്ന ഗംഗാജലം കുടിക്കണം, അല്ലെങ്കിൽ തലയിൽ പ്രോക്ഷിക്കണം, അല്ലെങ്കിൽ അവിടെ ഗംഗയിൽ ചെന്ന് മുങ്ങണം. ഗംഗയെ സ്മരിച്ചത് കൊണ്ട് ആർക്കും ശുദ്ധി വരില്ല. ഈ പരമാത്മാവോ സ്മരിക്കുന്നത് കൊണ്ട് മാത്രം ജീവനെ ശുദ്ധനാക്കി തീർക്കുന്നു, മുക്തനാക്കി തീർക്കുന്നു. അതുകൊണ്ടാണല്ലോ സർവേഷു കാലേഷു മാം അനുസ്മര എന്ന് പറഞ്ഞത്. അവിടെ മന്ത്രം ജപിക്കാൻ പറഞ്ഞില്ല, സമാധി അഭ്യസിക്കാൻ പറഞ്ഞില്ല. പറ്റുമെങ്കിൽ ചെയ്യാം. യുദ്ധക്കളത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? ശത്രുക്കൾ യുദ്ധം ചെയ്യാൻ തയ്യാറായി മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവിടെ മന്ത്രജപത്തിനോ സമാധി അഭ്യാസത്തിനോ സ്ഥാനമുണ്ടോ? അപ്പോഴെന്താ, ഒക്കെ ബ്രഹ്മമാണെന്ന് വിചാരിച്ച് പൊരിഞ്ഞ യുദ്ധം ചെയ്തോളൂ അർജുന. നിന്റെ ഓരോ ശരവിസർജനവും ഈശ്വരനുള്ള ഈശ്വരാരാധനയ്ക്കുള്ള പുഷ്പങ്ങളാവട്ടെ എന്നാണ്. ആരൊക്കെയാണ്? മുതുമുത്തശ്ശൻ, ബന്ധുക്കൾ, സ്വന്തക്കാർ, അവരെയൊക്കെ അവരുടെ മാറത്ത് അമ്പയക്കുമ്പോ ഈശ്വര പൂജയാണ് എന്ന് വിചാരിച്ചോണ്ടയക്കാൻ അതൊക്കെ സാധ്യമാകുമോ? അർജുനൻ എത്ര കണ്ട് സാധ്യമാക്കി, നമുക്ക് സാധ്യമാകുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മൾ കുരുക്ഷേത്ര ഭൂമിയിലൊന്നും അല്ലല്ലോ നിൽക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഗൃഹാന്തരീക്ഷം കുരുക്ഷേത്ര ഭൂമിയെക്കാളും മോശമാവും, അത് ശരി. പക്ഷെ നമുക്ക് യുദ്ധ കളത്തിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഒരുവിധം സാധാരണ ഒരു സമാധാന അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നു. അടിക്കും പിടിക്കും ഒന്നും പോയില്ലെങ്കിൽ, പോലീസ് സ്റ്റേഷനോ കേസോ അങ്ങനെയുള്ള വ്യവഹാരമൊന്നും ഇല്ലെങ്കിൽ പൊതുവെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്. അവിടെ എല്ലായിടത്തും ഈ സർവേശ്വരനെ ഓർമ്മിച്ചാൽ മതി. ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്ന് കണ്ടാൽ മതി. തൊടുവരോ? ആരാ ഈ സത്യത്തെ സ്പർശിക്കാൻ പോകുന്നത്? ആരെങ്കിലും തൊടുമോ? നിങ്ങളിൽ ആരെങ്കിലും തൊടുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ സത്യത്തെ ഒന്ന് സ്പർശിച്ചിട്ട് വരുമോ? ജീവിതം രക്ഷപ്പെട്ടു എന്നാണ്. തൊടുവരോ? തോன்றി അഴിവതുവേ ദുഃഖസുഖം. തോன்றി അഴിവത്, ഉണ്ടായിട്ട് പിന്നെ ഇല്ലാതാവുന്നത്, നശിക്കുന്നത്, അതാണ് ദുഃഖസുഖം. ദുഃഖവും സുഖവും, ഈ ദ്വന്ദ്വഭാവങ്ങൾ മനുഷ്യ മനസ്സിനെ മാറി മാറി കീഴ്പ്പെടുത്തുന്നു. സുഖം മാറിയാണ് ദുഃഖം ഉണ്ടാവുന്നത്. ആ ദുഃഖത്തെ തള്ളി മാറ്റിക്കൊണ്ടാണ് സുഖം കടന്നു വരുന്നത്. ഇതിൽ ആർക്കാണ് ശക്തി എന്ന് ചോദിച്ചാൽ രണ്ടുപേർക്കും തുല്യ ശക്തിയാണ്. പക്ഷെ കൂടെ കൂടെ കയറി വരുന്നത് ദുഃഖമാണ്. സുഖം അപൂർവമായി മാത്രമേ കടന്നു വരാറുള്ളൂ. പക്ഷേ എത്ര വലിയ ദുഃഖത്തെയും തള്ളി മാറ്റിയിട്ടാണ് ഈ സുഖം വരുന്നത്. സ്വന്തം ഭർത്താവോ അല്ലെങ്കിൽ കുട്ടിയോ മരിച്ചുപോയ ദിവസം രാത്രി ഒരു സ്ത്രീ ആ ദുഃഖത്തെ എല്ലാം മറന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണല്ലോ. അവരുടെ ഉറക്കത്തിൽ ദുഃഖമൊന്നുമില്ലല്ലോ. അല്ല, പലർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. വേണ്ട, ഒരു ദിവസം 2 ദിവസം ഉറങ്ങാതിരിക്കും, 3ാമത്തെ ദിവസം ഉറങ്ങിയേ പറ്റൂ. ശരീരത്തിൻ്റെ ഒരു ആവശ്യമാണ് ഉറക്കം. ആ ഉറക്കത്തിൽ സുഖവും ഉണ്ടാവും. അപ്പൊ എല്ലാറ്റിനെയും തുടച്ചു മാറ്റാനുള്ള ഒരു കഴിവ് ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ബോധപൂർവമായി പ്രയോഗിക്കുന്ന ഒന്നല്ല. എന്നാലും എല്ലാ ദുഃഖങ്ങളെയും വിട്ടിട്ട് നമുക്ക് സുഖമായി സ്ഥിതി ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സുഷുപ്തിയിലെ അനുഭവം. ഒരു ദുഃഖവുമില്ല. കഠിനമായ ശരീരവേദന അനുഭവിക്കുന്നവർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. എന്തൊരു സുഖം! ശരീരത്തെ മറന്നാൽ തന്നെ സുഖമായി. പലതും മറക്കാനാണ് മനുഷ്യൻ മദ്യപിക്കുന്നത്. അപ്പോ നമുക്ക് വേണ്ടത് ഭഗവാന്റെ സ്മരണ എന്നുള്ളത് ശരി, അനുസ്മരണം എന്നുള്ളത് ശരി, പ്രപഞ്ച വിസ്മരണം, ശരീര വിസ്മരണം, അതാണ് നമുക്ക് വേണ്ടത്. ഈ ശരീരം എന്നൊന്നുണ്ടെന്ന് ഉള്ളിൽ അംഗീകരിക്കുകയേ അരുത്. അതൊക്കെ വലിയ പ്രയാസമല്ലേ? ഒരു കൊതുക് കടിക്കുമ്പോൾ എങ്ങനെയാ ശരീരം ഇല്ലാന്ന്? ഇപ്പം ഞാൻ തന്നെ 2 പ്രാവശ്യമായി ചൊറിയുകയാണ്. 2 പ്രാവശ്യം എന്തോ ഒരു ജീവി എന്നെ കടിച്ചിട്ട് പോയി. കൊതുകാണെന്ന് തോന്നുന്നു. ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തെ മറക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണ്, എനിക്കും ഇതിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അങ്ങ് ഉറപ്പിക്കുക. കൊതുക് കടിച്ചാൽ ചൊറിഞ്ഞോളൂ, ദോഷമൊന്നുമില്ല. ശരീരത്തിലെ കൈ ശരീരത്തെ ചൊറിയുന്നു, അതിന് വേറെ 2 പേര് തമ്മിലുള്ള വ്യവഹാരം. എനിക്കും അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 2 പേര് റോഡിൽ വഴക്കടിക്കുന്നു, നമുക്കെന്താ ബന്ധം? അവർ തമ്മിൽ വഴക്കിടുന്നു, അത് കഴിഞ്ഞിട്ട് അവർ പോകുന്നു. ഇതുപോലെ ശരീര വ്യവഹാരങ്ങളെ
സാക്ഷിഭാവത്തിൽ കാണാൻ പ്രയത്നിക്കുക. അപ്പൊ ഈ സുഖവും ദുഃഖവും മാറി മാറി വരുന്നവയാണ്. ഒന്നിനെ തുടച്ചു നീക്കിയിട്ടാണ് മറ്റേതിന്റെ ആഗമനം. ഉന്നുണ്മൈ തോൻറാ വടങ്കാ സുഖം. നിന്റെ സത്യത്വം, നിന്റെ സ്വരൂപം, തോൻറാ അടങ്കാ സുഖം, ഉണ്ടാവുന്നതും ഇല്ലാതാവുന്നതുമായ ഒരു സുഖമല്ല, നിരന്തര സുഖമാണ് നിന്റെ സ്വരൂപം. ഇതൊന്നറിയുക, അംഗീകരിക്കുക, എതിർക്കാതിരിക്കുക. കുറഞ്ഞ പക്ഷം ഇതിങ്ങനെ അല്ല എന്ന് എതിർക്കാതെ എങ്കിലും ഇരിക്കുക. ബോധ്യപ്പെടുന്നത് പതുക്കെയാവും. ആചാര്യന്മാർ പറയുന്നത് കൊണ്ട് ഇത് വാസ്തവമാണ്, വാസ്തവമായിരിക്കാനേ തരമുള്ളൂ എന്ന് തീരുമാനിക്കും. ബാക്കിയൊക്കെ വേണ്ട പോലെ നടന്നോളും കാലക്രമത്തിൽ. ഇത് ആദ്യമേ തന്നെ ഇതിനെ പുറംകാല കൊണ്ട് തൊഴിക്കുകയാണ് ചെയ്യുന്നത് ആൾക്കാർ. ഇതൊക്കെ വെറും വിഡ്ഢിത്തമാണ്. ഈ 21-ാം നൂറ്റാണ്ടില് ഇതുപോലെയുള്ള ശാസ്ത്രങ്ങൾക്ക് പ്രസക്തിയില്ല എന്നാണ്. ദേശത്തെയും കാലത്തെയും അതിക്രമിച്ച പരമാത്മാവിനെ വിവരിക്കുന്ന ശാസ്ത്രങ്ങളെയാണ് ഇവർ 21-ാം നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞ് തരംതിരിക്കുന്നത്. നമ്മൾ പറയുന്നത് കാലാതീതമായ സത്യത്തെക്കുറിച്ചാണ്, ദേശത്തിനതീതമായ പരമാത്മ വസ്തുവിനെ കുറിച്ചാണ്. അവിടെ കാലത്തിനോ ദേശത്തിനോ പ്രസക്തി തന്നെ ഇല്ല. ആ അദ്വയമായ നിർഗുണമായ വസ്തുവിന്റെ കാര്യം പറയുമ്പോൾ ഇവർ കാലത്തോട് ബന്ധപ്പെടുത്തി അതിൻ്റെ പ്രാധാന്യതയെ കുറച്ചു കാണുന്നു. അതുകൊണ്ടെന്താ? ദുഃഖിക്കും, ആത്മഹത്യയിൽ കലാശിക്കും, നിരാശയിൽ ആയിരിക്കും ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നത്. മരിക്കാൻ കിടക്കുന്ന ഒരാളോട് 16-ാം നൂറ്റാണ്ടിൻ്റെയും 21-ാം നൂറ്റാണ്ടിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഫ്ലോപ്പി ഡിസ്കിൻ്റെയും, ഫ്ലോപ്പി ഡിസ്കൊന്നുമില്ല, CD-യുടെയും ഒക്കെ കാര്യം പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? അവൻ്റെ CD അടിച്ചു പോകാൻ പോവുകയാണ്. അവൻ്റെ ഹാർഡ് ഡിസ്ക് തകരാറിലായി കിടക്കുകയാണ്. അവൻ്റെ അടുത്ത് അവൻ പഠിച്ച പുസ്തകജ്ഞാനവും അയാൾ നേടിയ ശാസ്ത്രജ്ഞാനവും എന്തെങ്കിലും അയാളെ തുണയ്ക്കുമോ? ഇതൊന്നും മനുഷ്യൻ വേണ്ട പോലെ ചിന്തിക്കുന്നില്ല, അവൻ്റെ മൂഢത കാരണം. ഉന്നുണ്മൈ തോൻറാ വടങ്കാ സുഖം. ഭേദഭ്രമങ്ങൾ അടങ്ങിയ അഖണ്ഡമായ ബോധമാണ് നിന്റെ സ്വരൂപം. ആ ബോധം ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല, ഉയരുന്നുമില്ല, താഴുന്നുമില്ല, ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അതിന് യാതൊരു പരിണാമവും സംഭവിക്കുന്നില്ല. അതാണ് ഈ ബോധം അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത്. അതാണ് താൻ എന്ന് ഒരാൾ ബോധ്യപ്പെട്ടാൽ പിന്നെ അയാൾക്കിവിടെ എന്ത് പ്രശ്നമാണ് എന്നുള്ളത് നമുക്ക് അതിനെ ഒരു തിയററ്റിക്കൽ ആംഗിളിൽ തന്നെ നോക്കാം. സിദ്ധാന്തപരമായി തന്നെ ആ സ്ഥിതി ഒന്ന് നമുക്ക് ഭാവന ചെയ്യാം. അയാൾക്ക് എന്ത് പ്രശ്നമാണുള്ളത്? തത്ര കോ മോഹഃ കശോകഃ ഏകത്വമനുപശ്യതഃ. എല്ലായിടത്തും ഏകത്വത്തെ മാത്രം ദർശിക്കുന്ന ഒരു ജീവൻ മുക്തന് എന്ത് മോഹം, എന്ത് ശോകം? മോഹം എപ്പോഴാണ് ഉണ്ടാകുന്നത്? പലതുണ്ട് എന്ന് കരുതുമ്പോഴാണ്. അതിൻ്റെ ഗുണങ്ങളെയോ ദോഷങ്ങളെയോ താരതമ്യം ചെയ്യുമ്പോഴാണ് ഒന്ന് വേണമെന്നും വേറൊന്ന് വേണ്ടാന്നും തോന്നുന്നത്. വേണമെന്നുള്ളതിനെ സ്വന്തമാക്കാൻ വേണ്ടി കർമ്മം ചെയ്യണം, വേണ്ടാത്തതിനെ അകറ്റാനും കർമ്മം ചെയ്യണം. ഇങ്ങനെയാണ് മനുഷ്യൻ കർമ്മത്തിൽ ചെന്ന് ചാടുന്നത്. ഇഷ്ടപ്രാപ്തി, അനിഷ്ട നിവൃത്തി. ഇവിടെ ഒന്നേ ഉള്ളുവെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് എന്ത് പ്രസക്തി? അത് മോശം, ഇത് നല്ലത്, ഇങ്ങനെ ഒരു ചിന്തയുണ്ടാവും. ഒരു കൊശവൻ ചെറുതും വലുതുമായ മൺപാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പാത്രം വാങ്ങാൻ വരുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കുട്ടിയോ അയാളുടെ ആവശ്യത്തിനനുസരിച്ച് അത് പോരാ, ഇത് കൊള്ളാം, അതിനേക്കാളും കൂടുതൽ വെള്ളം ഇതിൽ കൊള്ളും, അങ്ങനെ അതിൻ്റെ പ്രയോജനത്തെ വെച്ചുകൊണ്ട് അയാൾ തരംതിരിവ് നടത്തും. വലിയ കുടം വാങ്ങിക്കും, ചെറിയ കുടം വേണ്ട എന്ന് പറയും. ഇനി ചെറിയ കുടമാണ് ഒരാൾക്ക് വേണ്ടതെങ്കിൽ അയാൾ വലിയ കുടം വേണ്ട, ചെറുത് മതി എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചോണ്ട് പോകും. പക്ഷേ ഈ കൊശവനെ സംബന്ധിച്ച് രണ്ടും മണ്ണ് എന്ന് വെച്ച് അദ്ദേഹം വലിയ കുടത്തിന് വില കുറച്ച് വാങ്ങിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കും. അത് വ്യവഹാരമാണ്. വലിയ കുടത്തിന് വില കൂടും, ചെറിയ കുടത്തിന് വില കുറയും. പക്ഷേ അദ്ദേഹത്തിന് അറിയാം, ഈ വില കൂടുതലുള്ള കുടവും വില കുറവുള്ള കുടവും രണ്ടും ഒരേ കളിമണ്ണ്. മൃത്തികേത്യേവ സത്യം. മണ്ണാണ് സത്യം.
ആ കുടങ്ങളുടെ നാമരൂപങ്ങൾ വാസ്തവമല്ല. പക്ഷേ വ്യവഹാരത്തിൽ ഒരാൾക്ക് ഒരെണ്ണം ആവശ്യമാണ്, മറ്റേത് ആവശ്യമില്ല. വലുതിന് ഇയാൾ കൂടുതൽ വില ചോദിക്കും, ചെറുതിന് വില കുറവുമായിരിക്കും. അതൊക്കെ വ്യവഹാരം. മണ്ണ് എന്നുള്ള അറിവ് അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാകും. കാരണം ദേഹം ഉണ്ടാക്കിയതാണ് ആ മൺകുടങ്ങൾ. ഇനി കുടം മാത്രമല്ല, ഏത് ആകൃതിയിലുള്ള പാത്രങ്ങളാണെങ്കിലും അവയുടെ ഉപയോഗങ്ങൾ വ്യത്യസ്തങ്ങളാണ്. തവിക്ക് തവിയുടേതായ ഉപയോഗം, മണ്ണുകൊണ്ടുള്ള അടുപ്പിന് അതിൻ്റെതായ ഉപയോഗം, കലത്തിന് അതിൻ്റെ ഉപയോഗം. ആ ഉപയോഗത്തിൽ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ വസ്തു എന്ത്? അത് അറിവാണത്. അറിവിനെയും വ്യവഹാരത്തെയും കൂട്ടിക്കുഴയ്ക്കരുത്. പലർക്കും പറ്റുന്ന അബദ്ധമാണ്. അറിവിനെയും വ്യവഹാരത്തെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കും. വലിയ അബദ്ധമാണ്. അറിവ് ആന്തരികമായി പരിശീലിക്കപ്പെടേണ്ടതാണ്. അത് വ്യവഹാരത്തിൽ കലർത്തരുത്. അതിനെ വ്യവഹാരത്തിൽ അദ്വൈതത്തെ കലർത്താൻ, നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കും. എല്ലാം ബ്രഹ്മമാണ് എന്നുള്ള അറിവ് അതെന്തിനാ? നമ്മുടെ മനസ്സിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, ശോകമോഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, അതിനു വേണ്ടി മാത്രമാണ് ആ അറിവ്. അല്ലാതെ അതിൽ കൂടുതലായി യാതൊരു പ്രയോജനവും ഈ ഏകത്വ ദർശനം കൊണ്ട് ഉണ്ടാവാനില്ല. ഈ ദ്വൈത ഭ്രാന്തി ഏകത്വ ദർശനത്തിലൂടെ ഇല്ലാതാവുമ്പോൾ ഉള്ളിലുള്ള ആത്മസുഖം തനിയെ തെളിയും. അതൊരു പ്രയോജനമാണ്. അതാണ് പരമപ്രയോജനം. അല്ലാതെ സമ്പത്ത് വരുമെന്നോ പ്രശസ്തനാകുമെന്നോ ഒന്നുമല്ല. അതിൻ്റെ മലയാളം വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നിർത്താം. വിഷയം മൂലം ഉദിക്കുകയും പിന്നീട് അസ്തമിക്കുകയും ചെയ്യുന്ന ശിറ്റിൻപം എന്ന് പറഞ്ഞാൽ ചെറിയ സുഖം, വിഷയസുഖം എന്നർത്ഥം. അല്പമായ സുഖം, താണതും നിർവിഷയത്തിൽ ഉദിച്ച് ഇടതടവില്ലാതെ പ്രകാശിക്കുന്ന മഹാനന്ദം അഥവാ പേരിൻപം ഉന്നതവുമാണ്. അതായത് ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളെയും ആശ്രയിച്ച് അനുഭവിക്കുന്ന സുഖം അല്പം. ഇവ രണ്ടിൻ്റെയും സഹായമില്ലാതെ അനുഭവിക്കാൻ കഴിയുന്ന സുഖം ശ്രേഷ്ഠം. അത് ബ്രഹ്മാനന്ദം മാത്രമാണ്. വേറെ ഒരു സുഖവും ഇതുപോലെ നിർവിഷയമായ സുഖമല്ല. സുഷുപ്തിയിലെ സുഖത്തെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. പക്ഷെ എന്താ, സുഷുപ്തിയിലെ സുഖം എഴുന്നേറ്റാൽ പോയി. ഇവിടെ അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കുന്നില്ല. താൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയ ഒരു ജ്ഞാനി ഏതവസ്ഥയിലും ആ സുഖത്തെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. മരണവേളയിൽ പോലും അദ്ദേഹത്തിന്റെ ആനന്ദത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല. ഒരു കടുകുമണിയുടെ അത്ര പോലും ആ സുഖത്തിന് കുറവ് വരുന്നില്ല. ആ മഹാനന്ദം ലഭിച്ച സുഹൃതികൾ ചിറ്റിൻപകരങ്ങളായ ലോകസുഖങ്ങളിൽ വീണ്ടും ചാടി ഭ്രമിക്കാൻ തരമാകുമോ എന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. വിഷയങ്ങളുടെ പുറകെ ഒരു ജ്ഞാനി ഒരിക്കലും പോവില്ല. കാരണം അത് അല്പമാണെന്ന് കരുതി അവയെയൊക്കെ പരിത്യജിച്ച് മഹത്തായ ഒന്നിലേക്ക് എത്തിയവനാണ് അയാൾ. അയാൾ എന്തിന് ഈ പഴയതുപോലെ പണ്ടത്തെ പോലെ ഈ അല്പങ്ങളുടെ പുറകെ പോകണം? അമൃത് ആസ്വദിക്കാൻ കഴിഞ്ഞ ഒരാൾ പഞ്ചസാര വെള്ളത്തിന്റെ പുറകെ പോകും. പഞ്ചസാരയുടെ മാധുര്യം എവിടെ? അമൃതത്തിന്റെ മാധുര്യം എവിടെ? സുഖദുഃഖങ്ങളായ ദ്വന്ദ്വങ്ങൾ ഉത്പത്തിയും നാശവും ഉള്ളവയാകയാൽ സ്വീകാര്യങ്ങളല്ല. മനസ്സ് ആ ദ്വന്ദ്വഭാവത്തെ തന്നെ ഉപേക്ഷിച്ചിട്ട് ആത്മസുഖത്തിൽ നിൽക്കുന്നു. അതിനൊരു ടേസ്റ്റ് ഉണ്ടാകണം. ഒരിക്കൽ ഈ മനസ്സ് ആത്മസുഖത്തെ നുണഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലഹരിയായി ഈ മനസ്സ് മുഴുവൻ വ്യാപിക്കും. ബ്രഹ്മാനന്ദത്തിന് അഡിക്റ്റ് ആവുന്നത്. അഡിക്റ്റ്. ഒരിക്കൽ മദ്യപിച്ചയാൾ വീണ്ടും വീണ്ടും മദ്യപിക്കണം എന്ന് അയാൾക്ക് തോന്നുന്നില്ലേ? ലഹരി മരുന്നുകൾ സേവിച്ച ആൾക്ക് പിന്നെ അതില്ലാതെ പറ്റില്ല എന്ന്. ഇവിടെ ബാഹ്യമായ ഒന്നല്ല, താൻ തന്നെയാണ് ആ ലഹരി. സൗന്ദര്യ ലഹരി, ശിവാനന്ദ ലഹരി. രണ്ട് കൃതികളാണല്ലോ ശങ്കരാചാര്യർ എഴുതിയത്. ആനന്ദ ലഹരി എന്ന് പറഞ്ഞാൽ, ലഹരി എന്ന് പറഞ്ഞാൽ തിരമാല എന്നാണ് അർത്ഥം. തിര, ആനന്ദ ലഹരി, ആനന്ദത്തിന്റെ അല എന്ന് വെച്ചാൽ ആ ആനന്ദത്തിൽ ചലനമുണ്ടെന്നല്ല, വ്യാപകമായ ഒന്നാണല്ലോ കടൽ. അപ്പൊ ആ കടലുമായി ഈ ആനന്ദത്തെ ഉപമിക്കുമ്പോൾ ആനന്ദ തിരകളാണ് ജ്ഞാനിയുടെ ഉള്ളിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ നിന്റെ പരമാർത്ഥ സത്തയാകുന്ന ബ്രഹ്മാനന്ദം ഒരിക്കലും ഉദിപ്പിനോ മറവിനോ ഇടയില്ലാത്ത നിത്യാനന്ദം അത്രേ. ഈ ആത്മാനന്ദം ഉണ്ടാവുന്നുമില്ല, മറയുന്നുമില്ല. അത് എപ്പോഴും തൻ്റെ സ്വരൂപമായിട്ടിരിക്കുന്നു. തനിക്ക് തന്നെ എങ്ങനെ നഷ്ടപ്പെടുത്താൻ കഴിയാതെ ഇരിക്കുന്നു, അതുപോലെ ഈ ആത്മാനന്ദത്തെയും
തനിക്ക് ഉപേക്ഷിച്ചിട്ട് നിൽക്കാൻ നിവൃത്തിയില്ല. കാരണം ആ ആനന്ദവും താനും രണ്ടല്ല. താൻ തന്നെ അത്, അത് തന്നെ താൻ. അപ്പൊ എങ്ങനെ അത് നഷ്ടമാകും? തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.